ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വോയിസ് കേൾക്കുന്നില്ലേ? ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒരാൾ ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ. ഞാൻ ഈ മൊബൈൽ ആയതുകൊണ്ട് നിങ്ങളെ മെസ്സേജ് കാണാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ചോദിച്ചത്. ആദ്യമായിട്ട് എല്ലാവരെയും അൽ മുർഷിദ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പും ബ്രൈറ്റ് അക്കാഡമിയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു 15 ഡേയ്സ് ക്രാഷ് കോഴ്സിന്റെ 3ാമത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് അൽ അദബുൽ അറബി അൽ ജാഹിലി ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പഠിതാവ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യമായി പഠിച്ചു തുടങ്ങുന്ന ഒരു പാർട്ടാണ് ജാഹിലി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്, അറിവുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഞാൻ ഈ ഒരു ഫീൽഡായിട്ട് ടച്ച് വിട്ടിട്ട് കുറച്ചായി ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് കേഡറ്റ് എക്സാം നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് പൊടി തട്ടി എടുക്കുകയും അതോടൊപ്പം പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ആദ്യം എന്താണ് നമ്മുടെ താരിഖുൽ അദബുൽ അറബി എന്ന്, അതിൽ ഏതൊക്കെ പാർട്ടുകളാണ് അതിൽ വരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അസ്ലുൽ ലുഗൽ അറബിയ. അസ്ലുൽ ലുഗൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ എങ്ങനെയാണ് വന്നത്, അതിന്റെ അടിസ്ഥാനം, അതിന്റെ ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ലാസുൽ ജാഹിലി, പിന്നെ ജാഹിലി കാലഘട്ടത്തെ കുറിച്ച് പഠിക്കും. പിന്നെ ഇസ്ലാമി, പിന്നെ ഉമവി, അബ്ബാസിക്ക് ശേഷം അസുൽ ഇൻഹിത്താത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാലഘട്ടം ഉണ്ട്. പിന്നെ അദബുൽ മഹ്ജർ എന്ന് പറയുന്ന മൈഗ്രേഷൻ ലിറ്ററേച്ചർ. പിന്നെ അദബുൽ ഹദീസ്, നമ്മുടെ അഹമ്മദ് ഷൗക്കിയും ബാറൂദിയൊക്കെ വരുന്ന ആ ഒരു ലിറ്ററേച്ചർ. പിന്നെ കുറച്ചൊരു മദാരിസ് വൽ ഹറക്കാത്ത്, അതായത് മദ്രസത്ത് ദീവാൻ, മദ്രസത്ത് അപ്പോളോ എന്നൊക്കെ പറയുന്ന കുറച്ച് മദ്രസകളും കുറച്ച് ഹറക്കാത്ത് മൂവ്മെന്റ്സുകളൊക്കെ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച്. പിന്നെ നഖ്ദുൽ അദബി, നഖ്ദ് എന്ന് പറഞ്ഞാൽ നിരൂപണ ശാസ്ത്രം. ഓക്കെ, അപ്പം അറബി സാഹിത്യത്തിലെ നഖ്ദിന്റെ ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അദബുൽ ഹിന്ദ്, ഇന്ത്യൻ ലിറ്ററേച്ചർ, അതേപോലെ കേരള ലിറ്ററേച്ചർ. ഇതൊക്കെയാണ് അറബി സാഹിത്യത്തിൽ നമുക്ക് ലിറ്ററേച്ചറിൽ പഠിക്കാൻ ഉള്ളത് സിലബസിൽ. അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള അസ്ലുൽ ജാഹിലി, അതേപോലെ തന്നെ അസ്ലുൽ ലുഗൽ അറബിയ, ഈ രണ്ട് പാർട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ 2019 മുതൽ 2024 വരെ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ അസ്ലുൽ ജാഹിലി, അസ്ലുൽ ലുഗൽ അറബിയ, ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ചെറിയൊരു രേഖാചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ 1+0+0 എന്ന് ഉദ്ദേശിക്കുന്നത്, 1 എന്ന് പറയുന്നത് അസ്ലുൽ ലുഗൽ അറബിയ, 0 എന്ന് പറയുന്നത്, രണ്ടാമത്തേത് 0 എന്ന് പറയുന്നത് അശ്ശിഅറു ഫിൽ ജാഹിലിയ, മൂന്നാമത്തേത് 0 എന്ന് പറയുന്നത് അന്നത്ർ ഫിൽ ജാഹിലിയ. ആ ഒരു ഓർഡറിലാണ് കേട്ടോ. ഒന്നാമത്തേത് അസ്ലുൽ ലുഗ, രണ്ടാമത്തേത് അശ്ശിഅർ, മൂന്നാമത്തേത് അന്നത്ർ ഫിൽ ജാഹിലിയ. അപ്പം 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ കാറ്റഗറി 3യിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഈ ഒരു ജാഹിലി ലിറ്ററേച്ചറിന് ചോദിച്ചിട്ടില്ല. മറിച്ച് കാറ്റഗറി 4ൽ അസ്ലുൽ ലുഗ എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷിയറിനും നസറിനും 0 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും. ഫെബ്രുവരി 2022 ജാഹിലി ലിറ്ററേച്ചറിന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അതേപോലെ തന്നെ കാറ്റഗറി 4ലും ഒരു ക്വസ്റ്റ്യൻ, 3ലും ഒരു ക്വസ്റ്റ്യൻ. പിന്നെ 2022ലും 2023ലും കാറ്റഗറി 3യിൽ നിന്ന് ഈ ഒരു ജാഹിലി പാർട്ടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് 2023 ഓഗസ്റ്റ് എക്സാമില് കാറ്റഗറി 4ൽ അസ്ലുൽ ലുഗൽ അറബിയ എന്ന് ഒരു ക്വസ്റ്റ്യനും അശ്ശിഅറു ഫിൽ അസ്ലുൽ ജാഹിലി എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഏപ്രിൽ 2024 എക്സാമിലും 3 ക്വസ്റ്റ്യൻസ് കാറ്റഗറി 4ൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 1 to 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോവാം. ഈ ഒരു അസ്ലുൽ ജാഹിലിയയിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു 4 പാർട്ടാണ്. ഒന്ന് അസ്ലുൽ ലുഗൽ അറബിയ, പിന്നെ മുഅല്ലഖാത്തു അസ്ഹാബുഹ, അശ്വാറ സആലിക്, അന്നസ്റു ഫിൽ ജാഹിലിയ. ഓക്കെ, നമുക്ക് തുടങ്ങുന്നതിന്റെ മുന്നേ കുറച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അൽ അറബു മിനശ്ശുഊബി, ഇതിനൊന്ന് ആൻസർ ചെയ്തൊക്കെ. അറബ് ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്, ഏത് സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ്? മൊഗോള്, സാമിയ, ബാത്തനിയ, ഹാമിയ. ഏതാണ് ഓപ്ഷൻ?
ഓപ്ഷൻ ബി ആണ് ഉത്തരം, സാമിയ. എന്തുകൊണ്ട് സാമിയ എന്ന പേര് വരാൻ കാരണം എന്നറിയോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് 4 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരാള് കനാന് എന്ത് ചെയ്തു, വെള്ളപ്പൊക്കത്തിൽ മരിച്ചു. ബാക്കിയുള്ള 3 മക്കള് ഓരോ ഭാഗത്തേക്ക് നാട് വിട്ടു പോയിട്ട് അവിടെ ഉണ്ടായ തലമുറകൾ ആ മക്കളുടെ തലമുറകളാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അറേബ്യയിലേക്ക് വന്ന ആളാണ് നമ്മുടെ സാം. അറേബ്യയിൽ ജീവിച്ച് അവിടെയുള്ള ആളുകൾക്ക് സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലുഗത്ത് സാമി അല്ലെങ്കിൽ അറബികളെ സെമിറ്റിക് സാമിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ സാമ ബിൻ നൂഹിലേക്കാണ് അത് ചേർക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊന്ന് ആൻസർ ചെയ്തൊക്കെ. യതമയ്യസു അൽ-ലുഗ അൽ-അറബിയ്യ മിൻ ഗൈരിഹ. അറബി ഭാഷ മറ്റുള്ള ഭാഷകളിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നത് ഏത് കാര്യത്തിലാണ്? ഇറാബ്, ഖത്ത്, അൻ-നുത്ഖ്, അൽ-അൽഫാദ്. ഇതിലാണ് സിമ്പിൾ ആണ് അല്ലേ? ഇറാബിലാണ്. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ദ ടീച്ചർ കെയിം, ടീച്ചർ വന്നു. ഐ സോ ദ ടീച്ചർ, ഞാൻ ടീച്ചറെ കണ്ടു. പിന്നെ ഐ ലുക്ഡ് അറ്റ് ദ ടീച്ചർ, ഞാൻ ടീച്ചറിലേക്ക് നോക്കി. അത് നമ്മൾ 3 ഉദാഹരണത്തിലും ടീച്ചർ 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 എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അറബിയിൽ പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? ജാ അൽ മുദർരിസു, റഅയ്തുൽ മുദർരിസ, സല്ലംതു അല അൽ മുദർരിസി, സി. ഓക്കെ, അതാണ് ഇറാബ്. ഓക്കെ, ആ ഒരു കാര്യം മറ്റുള്ള ഭാഷയിൽ, ആ ഒരു പ്രത്യേകത മറ്റുള്ള ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് ഇറാബ് ആണ് അറബി ഭാഷയെ വ്യത്യസ്തമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യർജു അസ്ലുൽ അറബി ഇല അസ്ലൈൻ ഹുമ. അറബികളുടെ അടിസ്ഥാനം, ബേസ് 2 വിഭാഗത്തിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഖഹ്താനിയൂൻ, അദ്നാനിയൂൻ, ഇറാഖിയൂൻ, ഷാമിയൂൻ, കുഫിയൂൻ, ബസ്രിയൂൻ, മക്കിയൂൻ, മദനിയൂൻ. ഓക്കെ, നമുക്ക് പറയാം. ഉത്തരം ഓപ്ഷൻ എ ആണ്, അൽ ഖഹ്താനിയൂൻ വൽ അദ്നാനിയൂൻ. ഖഹ്താനി എന്ന് പറയുന്നത് യാറൂബ് ഇബ്നു ഖഹ്താൻ എന്ന് പറയുന്ന അബുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന യാറൂബ് ഇബ്നു ഖഹ്താനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഖഹ്താനിയൂൻ എന്ന് പറയുന്നത്. അവർ ജീവിച്ചിരുന്നത് യമൻ ഭാഗത്തായിരുന്നു. യമൻ എന്ന് പറയുന്നത് അറേബ്യൻ ജസീറയുടെ സൗത്ത് ഭാഗത്ത്, അതായത് ജനൂബ് ഭാഗത്തായിരുന്നു. അദ്നാനിയൂൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായ 20ാമത്തെ വല്യപ്പയല്ലേ അദ്നാൻ എന്ന ആളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അദ്നാനിയൂൻ എന്ന് പറയുന്നത്. അവരുണ്ടായിരുന്നത് ജസീറയുടെ ഏത് ഭാഗത്തായിരുന്നു? ഹിജാസ്, മക്ക, മദീന എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തായിരുന്നു അദ്നാനികൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അദ്നാനിയൂൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരേണ്ടത് മക്ക, മദീന അല്ലെങ്കിൽ ഹിജാസ് എന്ന് ഓർക്കുക. ഖഹ്താനിയൂൻ എന്ന് പറയുമ്പോൾ യമൻ എന്ന് ഓർക്കുക. യമന് താഴെയാണ് വരുന്നത്, ഹിജാസ് മേലെയാണ് ഭൂപടത്തിൽ മാപ്പിൽ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ചിത്രം ഉണ്ടാക്കി വെക്കാൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അൽ അസ്റുൽ ജാഹിലി, നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. അൽ അസ്റുൽ ജാഹിലി ഹുവ അസ്റുൻ മാ ഖബ്ല അൽ ഇസ്ലാം. ഇസ്ലാമിന്റെ മുമ്പുള്ള കാലഘട്ടമാണ് അസ്റുൽ ജാഹിലി എന്ന് പറയുന്നത്. ഈ അസ്റുൽ ജാഹിലി എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിലേക്ക് എത്തിയിട്ടുള്ള അസ്റുൽ ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത് വെറും ഒരു 150 വർഷമാണ്. അതായത് ഇസ്ലാം തുടങ്ങുന്നതിന്റെ 150 വർഷം മുമ്പ് വരെയുള്ള ആ ഒരു 150 വർഷത്തിലുള്ള ഷിയറും നസറുമാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, വളരെ തുച്ഛമാണ്. ഓക്കെ, കാന ഷാഇറു ഫിൽ ജാഹിലിയ്യ വഹുവ ലിസാനു ഖൗമിഹി. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കവി എന്ന് പറഞ്ഞാൽ അവരുടെ ലിസാനു ഖൗമിഹി, അവരുടെ എന്താ പറയുക, സമൂഹത്തിന്റെ വാളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ നാവായിരുന്നു. അപ്പൊ നമ്മളിപ്പം ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ എൻ്റെ കുട്ടി ഡോക്ടറാണ് അല്ലെങ്കിൽ കളക്ടറാണെന്നൊക്കെ പറയുന്ന ആ ഒരു അഭിമാനമായിരുന്നു അവർക്ക്. അവരുടെ കബീലയിൽ ഒരു കുട്ടി ഷായിറായിട്ട് വളരുകയാണെങ്കിൽ, ജനിക്കുകയാണെങ്കിൽ. ഖാല ഇബ്നു അബ്ബാസ് അശ്ശഅറു ദീവാനുൽ അറബ്. ഇത് ചോദിക്കാറുണ്ട്, അശ്ശഅറു ദീവാനുൽ അറബ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരതാണ് അൽ ഹയാത്തുൽ അറബി തനഅഖിസു ഫി ശിഅരിഹിം. അറബികളുടെ ജീവിതം മുഴുവനും അവരുടെ കവിതയിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് അശ്ശഅറു ദീവാനുൽ അറബ്. അവരുടെ കവിത വായിച്ചാൽ അവരുടെ ജീവിതം, ജാഹിലിയ ജീവിതമൊക്കെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അശ്ശഅറു ദീവാനുൽ അറബി. ഓക്കെ, നോട്ട് ചെയ്യണം. ഇനി നമുക്ക് അറബി ഭാഷയെ കുറിച്ച് പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അറബി ഭാഷ സെമിറ്റിക് ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ്. സെമിറ്റിക് ഭാഷ അറബി മാത്രമല്ല, ഒരുപാട് ഭാഷയുണ്ട്. ആറാമിയ,
പിന്നെ കനാനിയ, ഇബ്രിയ അതായത് ഹിബ്രു ഭാഷ, അതേപോലെ അക്കാദി, അങ്ങനെ തുടങ്ങിയിട്ട് കുറെ ഭാഷകളുണ്ട്. ഏത് സെമിറ്റിക് ഭാഷയിൽ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന, ഏറ്റവും പബ്ലിസിറ്റി നേടിയ ഒരു ഭാഷയാണ് ഏത് അറബി ഭാഷ എന്ന് പറയുന്നത്. അതിന്റെ പിതാവാരാണ്? യഅ്റബ് ഇബ്നു ഖഹ്താൻ. യഅ്റബ് ഇബ്നു ഖഹ്താൻ ഇങ്ങനെ പറയാറുണ്ട്. ലുഗത്ത് യഅ്റബ് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ലുഗത്ത് അറബിയ എന്ന് പറഞ്ഞത് എന്ന് പറയാറുണ്ട് കേട്ടോ. ശരിയാണെന്ന് അറിയില്ല. പിന്നെ തഗല്ലബത് മിൻഹ ലുഗത്ത് ഖുറൈഷ്. പക്ഷേ ഏറ്റവും ഈ അറബുന ഖഹ്താനാണ് ആദ്യമായിട്ട് അറബി ഭാഷ പറഞ്ഞതെങ്കിലും ഖുറൈശികളുടെ ഭാഷയാണ് ഏറ്റവും ഫേമസ് ആയിട്ട്. തഗല്ലബത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അതിജയിച്ചത്, ഏറ്റവും പബ്ലിസിറ്റി നേടിയത് ലുഗത്ത് ഖുറൈഷാണ്. കാരണം എന്താണ്? നസലൽ ഖുർആനു ബിലുഗത്തി ഖുറൈഷ്. ഖുറൈശികളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. സ്വാഭാവികമായിട്ട് ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഭാഷക്കാണ് ഒന്നുകൂടി എന്താണ് യൂസേജ്, ഉപയോഗം, ആൾക്കാരുടെ ഇടയിലുള്ള സംസാരങ്ങളും ഉപയോഗമൊക്കെ അതിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ വന്നത് എന്നാണ്. ഓക്കെ, ലോകത്ത് ഖുറൈഷ് എന്ന് പറയുമ്പോൾ മുദർ രണ്ടും ഒന്ന് തന്നെയാണ്. ലോകത്ത് മുദറും ലോകത്ത് ഖുറൈഷും. ഓക്കെ, നേരത്തെ പറഞ്ഞ സംഭവമാണ്. ഖഹ്താനിയൂന്ന് പേര് കേൾക്കുമ്പോൾ അവർ യമനുകാരാണ്, അല്ലെങ്കിൽ യമന് ഭാഗത്ത് ജീവിച്ച ആളുകളാണ് ഖഹ്താനിയൂൻ. അദ്നാനിയൂൻ എന്ന് പറയുമ്പോൾ ഹിജാസിൽ ജീവിച്ച ആളാണ്. ഓക്കെ, അതായത് യമന്റെ മുകൾ ഭാഗത്ത്. ഇനി തബക്കാത്തിൽ അറബ്, നമ്മളെ അറബികളെ പ്രധാനമായിട്ട് 3 തബക്കളാക്കുന്നുണ്ട്, 3 കാറ്റഗറികളാക്കുന്നുണ്ട്. ഒന്ന് അൽ അറബുൽ ബാഇദ, 2 അൽ അറബുൽ ആരിബ, 3 അൽ അറബുൽ മുസ്തഅരിബ. അൽ ബാഇദ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും അറിയാം ബാഇദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഞങ്ങൾ ഫലസ്തീന്റെ ഇഷ്യൂ ഒക്കെ പത്രത്തിൽ അറബി ന്യൂസുകളൊക്കെ കേൾക്കുന്ന ആളാണ് മനസ്സിലാവും. അൽ ഇബാദ അൽ ജമാഇയ്യ എന്നൊക്കെ പറയുമ്പോൾ ജീനോസൈഡ് ഇല്ല, വംശീയ നശീകരണമാണ്. അൽ ഇബാദ അൽ ജമാഇയ്യ, വംശീയ നശീകരണം. ഇബാദ എന്നാൽ മൊത്തത്തിൽ തുടച്ചു നീക്കുക. അപ്പം അൽ ബാഇദ എന്ന് പറയുന്നത് മൊത്തത്തിൽ നശിച്ചു പോയിട്ടുള്ള ഒരു സമൂഹം, അതായത് സ്വാലിഹ് നബിയുടെയും ഹൂദ് നബിയുടെയും നൂഹ് നബിയുടെ ഒക്കെ സമൂഹത്തെയാണ് ബാഇദ എന്ന് പറയുന്നത്. അവരെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തില്ല. പിന്നെ ഉള്ളത് അൽ ആരിബ. അൽ ആരിബ എന്ന് പറയുന്നത് നമ്മുടെ യഅ്റബുന ഖഹ്താന്റെ ആ സന്താന പരമ്പരക്കാണ് ആരിബ എന്ന് പറയുന്നത്. അവരാണ് ശരിക്കത്തെ അറബികൾ, ആദ്യമായിട്ട് അറബി സംസാരിച്ച ആളുകൾ. പിന്നെ മൂന്നാമത്തേത് അൽ മുസ്തഅരിബ. മുസ്തഅരിബ എന്ന് പറഞ്ഞാൽ നമ്മളെ അദ്നാനികൾ, അതായത് അവർ ശരിക്കും അറബികളല്ല, പക്ഷെ ആരിബ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ നിന്നും ഇവര് അറബി പഠിച്ച് പിന്നെ അവരുടെ ഭാഷയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അതായത് മുസ്തഅരിബ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പര, അതിലുള്ള ഭാഷ, ഇസ്മായിൽ നബിയിലേക്കാണ് ഈ മുസ്തഅരിബകൾ ചേർക്കപ്പെടുന്നത് കേട്ടോ. അവരുടെ ഭാഷയിലാണ് പിന്നെ ഖുർആൻ ഇറങ്ങുന്നത്. പിന്നെ മുസ്തഅരിബയുടെ ഭാഷയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത്, അതായത് ലോകത്ത് ഖുറൈഷ്. ബാഇദ, ആരിബ, മുസ്തഅരിബ, ഈ 3 വിഭാഗമാണ് ഉള്ളത്, ഓർത്തു വെക്കുക. പിന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് 3 രാജവംശങ്ങൾ, അതായത് 3 രാജഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, മമാലിക് ഫിൽ ജസീറ അൽ അറബ്. ഒന്ന് മംലക്കത്തുൽ മുനാദറ, 2 മംലക്കത്തുൽ ഖസാസന, 3 മംലക്കത്തുൽ കിന്ദ. ഓക്കെ, അപ്പം ഈ ഒരു രാജഭരണത്തെ സൂചിപ്പിക്കുന്നത് ഈ അസ്റുൽ ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട്, ജാഹിലി വിദ്യ കാലഘട്ടം. ശരിക്കും അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ശരിക്കും അവര് ജാഹിലിയങ്ങളായിരുന്നോ? അല്ല, മറിച്ച് ആ ഒരു പേര് ചിലർ പറയുന്നുണ്ട് അവർക്ക് എഴുത്തും വായന അറിയാത്ത ആളുകളാണ്, അതുകൊണ്ടാണ് ജാഹിലികൾ എന്ന് പേര് വരാൻ കാരണം. ശരിക്കും അങ്ങനെയല്ല. കാരണം മുഅല്ലഖാത്ത് സബ് നമുക്കറിയാം, മുഅല്ലഖ എഴുതിയിട്ട് അത് കാബയുടെ മേലിൽ ഒട്ടിച്ച് തൂക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് അവർക്ക് എഴുത്തും വായനയും അറിയാമെന്നാണ്. പിന്നെ മറ്റു ചിലർ പറയുന്നു എന്താണ്, ഇവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല, അവരിങ്ങനെ കാട്ടറബികളെ പോലെ ആ ഒരു ജസീറയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ആളുകളാണ്. ശരിക്കും അതുമല്ല. കാരണം അവരുടെയൊക്കെ കവിതകളിൽ നമുക്ക് ഇന്ത്യയിലെ വാള്, സുയൂഫുൽ ഹിന്ദ് എന്ന് പറയുന്ന ആ സംഭവമൊക്കെ കാണാം, ജാഹിലിയ കവിതകൾ. അതിൻ്റെ അർത്ഥം അവര് ഒരുപാട് കച്ചവട ആവശ്യത്തിനൊക്കെ മറ്റുള്ള രാജ്യത്ത് പോയി യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ ഒരു ജാഹിലി എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന കുറച്ചൊരു അസബിയൽ ഖബലിയ, അതായത് ഗോത്ര അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല്. ഹലോ, വോയിസ് കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒരു കോള് വന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അവർക്കിടയിലുള്ള
കബീലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫഹർ നടിച്ചും ആക്ഷേപിച്ചും, അതേപോലെ സ്ത്രീ ഒരു കുട്ടിക്ക് ഒരാൾക്ക് സ്ത്രീ ഓക്കെ എവിടെ പോയി ഓക്കെ ഒരു ഗോത്രത്തിൽ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയെ കൊല്ലുക എന്നുള്ള, ജീവനോടെ കുഴിച്ചു മൂടുക, വഅദുൽ ബനാത്ത് എന്നാണ് അതിന് പറയുക, വഅദുൽ ബനാത്ത്. അങ്ങനെയുള്ള ചില അന്ധമായിട്ടുള്ള ഇഅ്തിഖാദാത്തുൽ ഫാസിദ അൽ ഫാഷില, ആ ഒരു കാരണം കൊണ്ടാണ് അസ്റുൽ ജാഹിലിക്ക് അസ്റുൽ ജാഹിലി എന്ന് പേര് വന്നത്, അല്ലാതെ അവര് വിഡ്ഢികളായതുകൊണ്ട് അല്ല എന്നർത്ഥം. ഓക്കെ, ജസ്റ്റ് ഇതിൽ സിലബസിലില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ആ പേര് അങ്ങനെ വരാൻ കാരണം. ഓക്കെ, ഇനി ഇത് ഒരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ചോദ്യം കണ്ടിട്ടുണ്ട്. എന്താണ് അയ്യാമുൽ അറബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയ്യാമുൽ അറബ് ഹുറൂബുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾക്കാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾക്കാണ് അയ്യാമുൽ അറബ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അതിലെ ഫേമസ് ആയിട്ടുള്ള ഒരു അയ്യാമുൽ അറബിൽ പെട്ട ഒരു യുദ്ധമാണ് ഹർബുൽ ബസൂസ്. ഹർബുൽ ബസൂസ് എന്ന് പറയുന്നത് ആരെ പേരാണെന്നറിയോ? ബസൂസ് ആരാന്നറിയോ? ഒരു പെണ്ണിന്റെ പേരാണ്. ആ പെണ്ണാണ് ഈ ഒരു യുദ്ധത്തിന് കാരണമായത് എന്ന് പറയപ്പെടുന്നു. 40ഓളം വർഷം, ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂട്ടാക്കണേ. 40ഓളം വർഷം ഈ ഒരു യുദ്ധം നിലനിന്നിട്ടുണ്ട് ആ ഒരു പെണ്ണ് കാരണത്താൽ. ഓക്കെ, ഇസമ്മ ഹർബുൽ ബത്ര, ഹർബുൽ ബത്ര എന്നുള്ള പേരുണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക, ബസൂസ് ബത്ര രണ്ടും ബാ എന്നാണ് കണക്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഗോത്രങ്ങൾ തമ്മിലാണ്? ബക്കർ തഗലബ്, ബക്കർ തഗലബ്, ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിലാണ് നടന്നത്. പിന്നെ ഇതിലെ ബത്ല് മുഹൽഹിലാണ്. മുഹൽഹിലിന്റെ യഥാർത്ഥ പേര് ആരാ, എന്താണെന്ന് അറിയാം? മുഹൽഹിൽ അദീബിന് റബിയ, മാഷാ അല്ലാഹ്, അദീബിന് റബിയാണ് മുഹൽഹിൽ. അവ്വലു മൻ ഖാലൽ ഖസീദ, ആദ്യമായിട്ട് ഖസീദ എഴുതിയ ആളാണ് മുഹൽഹിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ യുദ്ധം ഹർബ് ദാഹിസ് വൽ ഖബ്ര. എന്താണ് ദാഹിസ് വൽ ഖബ്ര എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാഹിസ് എന്താണ്, ഖബ്ര എന്താണ്? രണ്ട് കുതിരകളുടെ പേരാണ്. രണ്ട് കുതിരകൾ തമ്മിൽ ഒരു ഓട്ടപ്പന്തയം, ഒരു പന്തയം വെക്കാണ്, കുതിരപ്പന്തയം. പക്ഷെ അതിന്റെ ഇടയിൽ ഏതോ ഒരു കബീലയിലെ ആളുകൾ അതിന്റെ ഇടയിൽ ഒരു ചതി നടത്തുന്നുണ്ട്. അങ്ങനെ മറ്റുള്ള കബീലക്കാര് അത് അറിയുകയും പിന്നെ അവർക്കിടയിൽ ഇതൊരു ഭയങ്കര പ്രശ്നമായി, യുദ്ധമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഹർബ് ദാഹിസ് വൽ ഖബ്ര എന്നറിയപ്പെടുന്നത്. അത് അതിന് മറ്റൊരു പേരുണ്ട്, ഹർബു സിബാഖ്. സിബാഖ് എന്ന് പറഞ്ഞാൽ മത്സരം എന്നാണ് കേട്ടോ. സിബാഖ് നമ്മൾ മുസാബക്ക എന്നൊക്കെ പറയില്ലേ. അപ്പം ഹർബു സിബാഖ് എന്ന് പറയുന്നതും ഹർബ് ദാഹിസ് വൽ ഖബ്ര എന്ന് പറയുന്നതും ഒന്നാണ്. ഏതൊക്കെ കബീലയാണെന്ന് ചോദിച്ചാൽ അബസ് ദുബിയാൻ, അബസ് ദുബിയാൻ, മറ്റത് ബക്കർ ചാലബ്. ഓക്കെ, മാറിപ്പോവരുത്. ഇത് 40ഓളം വർഷം നീണ്ടു നിന്നിട്ടുണ്ട് ഈ ഒരു യുദ്ധം. ഇതിലെ ഇതിലെ ഹീറോ, ബത്തിൽ എന്ന് പറഞ്ഞാൽ അതിലത്തെ നായകൻ ആരായിരുന്നു? അൻതറത്തുബ്നു ഷദ്ദാദ് അൽ അബ്സി. അൻതറത്തുബ്നു ഷദ്ദാദ് അൽ അബ്സി ആയിരുന്നു ഇതിലെ നായകൻ. പിന്നെ ഹർബു ദീഖാർ, ഹർബു ദീഖാർ എന്ന് പറഞ്ഞാല് അറബികളും പേർഷ്യക്കാരും തമ്മിലുള്ള നടന്ന യുദ്ധമാണ്. ഇതിൽ അറബികൾ ജയിക്കുകയാണ് ചെയ്തത്. ഹർബു ദീഖാർ കേട്ടോ, ഓർത്ത് വെക്കുക. പിന്നെ അടുത്തത് ഹർബുൽ ഫിജാർ. ഹർബുൽ ഫിജാറില് ഹർബുൻ വഹീദുൻ ഷാറക ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല നുബുവ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുന്നേ നബി പങ്കെടുത്ത ഒരേ ഒരു യുദ്ധമാണ് ഇത്, ഹർബുൽ ഫിജാർ. നബിയുടെ വയസ്സ് 15-ാം വയസ്സിലാണ് തോന്നുന്നു അല്ലെ. 15-ാം വയസ്സിലാണ് നബി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15-ലാണ് നബി ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഏതൊക്കെ ഗോത്രാന്ന് വെച്ചാൽ കിനാന കൈസ്, കിനാനയും കൈസ് ഗോത്രവും തമ്മിലുള്ള യുദ്ധമാണ് കേട്ടോ. അപ്പൊ ആ ഗോത്രങ്ങളെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ബക്ര ചാലബ് എന്ന് പറയുമ്പോൾ ഹർബുൽ ബസൂസ്, അബസ് ദുബിയ എന്ന് പറയുമ്പോൾ ഹർബ് ദാഹിസ് വൽ ഖബ്ര, കിനാന വഖൈസ് എന്ന് പറയുമ്പോൾ ഹർബുൽ ഫിജാർ. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി ഇവരുടെ സാഹിത്യ, ഈ എഴുത്തുകാര്, അതായത് അറബി കവികള്, അതേപോലെ പ്രാസംഗികന്മാര്, അവരൊക്കെ വന്നിട്ട് പ്രസംഗം അവതരിപ്പിക്കലും അതുപോലെ കവിത പാടലൊക്കെ ചെയ്യുന്നത് ഓരോ അങ്ങാടികൾ ഉണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലെ ഓരോ അങ്ങാടികൾ ഉണ്ടായിരുന്നു. ആ അങ്ങാടികളിൽ ആണ് അവർ കവിത അവതരിപ്പിച്ചതും. ആളുകളൊക്കെ അതിനു വേണ്ടി എത്രയോ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് അവരുടെ പരിപാടികൾ കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പം അതിൽ പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചന്തയാണ്, അങ്ങാടിയാണ്
അലൊക്കാബ്. അതൊക്കെ മലിക്കത്തുൽ അസ്വാക്ക് എന്നാണ് അതിന് പറയാതെ. മലിക്കത്തുൽ അസ്വാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങാടികളുടെ രാജകുമാരി. അങ്ങാടികളുടെ രാജകുമാരിയാണ് അക്കാബ്. അഷ്ഹറും അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് അങ്ങാടികളിൽ. ഇത് ഏത് മാസത്തിലാണ്? ദുൽഖഅദ് മാസം 1 മുതൽ 20 വരെ, അതായത് ദുൽഖഅദ് ആദ്യ 20-ലാണ് ഇത് നടക്കാറുള്ളത്. ഈ ഒരു അങ്ങാടി സ്ഥിതി ചെയ്യുന്നത് ത്വാഇഫിന്റെയും നഖ്ലയുടെയും ഇടയിൽ, ബൈന ത്വാഇഫി വൻ നഖ്ല, തഖവു ബൈന ത്വാഇഫി വൻ നഖ്ല. ഇനി അടുത്തത് അൽ മജന്ന. അൽ മജന്ന എന്ന് പറയുന്നത് അടുത്ത ചന്തയാണ്, അടുത്ത അങ്ങാടി. അത് ദുൽഖഅദ് 10 അയ്യാം മിൻ ആഖിരിഹി, അതായത് അവസാനത്തെ 10-ൽ. 1 മുതൽ 20 വരെ ദുൽഖഅദിൽ ഏതാണ്? ഒക്കാലാണ്. പിന്നെ മജന്ന എന്ന് ഓർക്കുമ്പോൾ അതിന്റെ ബാക്കി ആലോചിച്ചാൽ മതി. 20 കഴിഞ്ഞാൽ പിന്നെ 21 to 30, അത് 10 അയ്യാം മിൻ ആഖിരിഹി, അതായത് ദുൽമജന്ന. പിന്നെ ദുൽമജാസ്. ദുൽമജാസ് എന്ന് പറയുന്ന അങ്ങാടി എവിടെയാണ്? ബിഖുർബി അറഫ, അറഫക്ക് സമീപമാണ് എന്ന് പറയുന്നു. ഇത് നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഉക്കാൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഉക്കാല് മലിക്കത്തുൽ അസ്വാക്കാണ്. ദുൽഖഅദ് 1 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് അത് നടക്കാറ്, ചന്ത. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് പറയുന്നത്. ഓക്കെ. ഹർബുൽ ഫിജാർ ഏത് ഗോത്രങ്ങൾ തമ്മിലായിരുന്നു? ഹർബുൽ ഫിജാർ കിനാന വഖൈസ്. ഖുറൈശി അത്ഫാൻ അല്ലേ അല്ലേ? അറിയില്ല കേട്ടോ. ഖുറൈശ് അത്ഫാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഖുറൈശികളും കഹ്താനികളും ഒന്നും കണ്ടിട്ടുണ്ട്. ഖുറൈശി അത്ഫാൻ എന്ന് ഒരു ഇത് കണ്ടായിരുന്നു, അതാ ചോദിച്ചത്. ഓക്കെ. ഈ കബീലകളുടെ പേരുകൾ എന്ന് പറയുമ്പോൾ ഈ വലിയ കബീലയിൽ പെട്ട ചില സബ് കാറ്റഗറി ഉണ്ടാവും. കിനാനയിൽ പെട്ടതായിരിക്കണം ചിലപ്പോൾ ഖുറൈശ്, അല്ലെങ്കിൽ ഖുറൈശിൽ പെട്ടായിരിക്കും കിനാന. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, കിനാന ഖൈസ്. മറ്റുള്ള പല റിപ്പോർട്ടും ഉണ്ട് തോന്നുന്നു. നമുക്ക് ലാസ്റ്റ് കൺഫേം ആക്കാം. കിനാന, ഖൈസ്, ഖുറൈശ് അങ്ങനെയെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കേട്ടോ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് തൊട്ട് മുമ്പുള്ള സ്ക്രീൻ ഒന്ന് കാണിക്കും. പിന്നെ ഓക്കെ, ഇനി കുറച്ച് പോയിന്റ്സ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം. അഖ്ദം ആസാരിൽ അദബിയ. ഓക്കെ, സാഹിത്യത്തിന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള അടയാളങ്ങളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ പുരാതന കൃതികൾ എന്ന് പറയുന്നത് അത് ഷിയറാണ് കേട്ടോ. ഷിയറാണ് ഏറ്റവും ആദ്യം ഉണ്ടായത്. അഖ്ദമു ബുഹൂർ ഷെരിയ, കവിതയുടെ ബഹറിൽ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും ആദ്യത്തെ ബഹർ ഏതാണ്? ബഹർ അർ-റജ്സ്. റജ്സിന്റെ ബഹർ ആർക്കെങ്കിലും അറിയോ?
മുസ്തഫീലും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മൂന്ന് പ്രാവശ്യം മുസ്തഫിലെ. ഓക്കെ, ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ഇനി അടുത്തത് അശ്ശഅറു കലാമുൻ മൗസൂനുൻ മുഖഫ. കലാമുൻ അൽ മൗസൂൻ അൽ മുഖഫ, അതായത് ഖാഫിയയും വസ്നും ഉള്ള ഒരു സംസാരമാണ് കവിത എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? ഖുദ്ദാമത്ത് ബിൻ ജാഫർ എന്ന് പറയുന്ന നഖ്ദിന്റെ ആളുകളിൽപ്പെട്ട ഒരു നിരൂപകനാണ് ഖുദ്ദാമത്ത് ബിൻ ജാഫർ. അദ്ദേഹമാണ് അശ്ശഅറു കലാമുൻ മൗസൂൻ മുഖഫ, ഖാഫിയയും വസ്നും ഉള്ള ഒരു സംസാരമാണ് കവിത എന്ന് പറയുന്നത്. അടുത്തത് അശ്ശഅറു ദീവാനുൽ അറബ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇബ്ൻ അബ്ബാസിന്റെ കൗലാണ് ഷിഅർ എന്ന് പറയുന്നത്. അറബികളുടെ ദീവാനുൽ അറബ് എന്ന് പറഞ്ഞാൽ അറബികളുടെ ഹയാത്ത് നമുക്കതിൽ കാണാൻ സാധിക്കും. പിന്നെ അടുത്തത് ഖാല അബു അംർ ഇബ്നുൽ അല. അബു അംർ ഇബ്നുൽ അല എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതാണ്, മാ ഇൻതഹ ഇലൈക്കും മിമ്മാ ഖാലത്തിൽ അറബു ഇല്ലാ അഖല്ലുഹു വലൗ ജാഅക്കും വാഫിറൻ ലജാഅക്കും ഇൽമുൻ വശിഅറുൻ കസീർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. മാ ഇൻതഹ ഇലൈക്കും മിമ്മാ ഖാലത്തിൽ അറബു ഇല്ലാ അഖല്ലു, അറബികളിൽ പറഞ്ഞത് വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ഒരു 150 വർഷത്തെ ഒരു കാലഘട്ടത്തിലെ അറിവുകൾ മാത്രമാണ് നമുക്ക് അസുൽ ജാഹിലിയിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വലൗ ജാഅക്കും മാഫിറൻ, നിങ്ങൾ അതിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ലജാഅക്കും ഇൽമുൻ വശിഅറുൻ കസീർ, ഒരുപാട് ഇൽമും ഷിയറൊക്കെ നിങ്ങളിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമാണ് കിട്ടിയത് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. മൽ മുറാദു ബി അയ്യാമിൽ അറബ്. അയ്യാമിൽ അറബ് എന്താണ്? സഖാഫത്താണോ, ഖബായിലാണോ, ഹുറൂബാണോ? ഓപ്ഷൻ സി ഹുറൂബാണ്, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വഖഅതു ഹർബു ദാഹിസ് വൽ ഗബ്ര ബൈനൽ ഖബീലതൈനി. രണ്ട് കബീലകൾ തമ്മിൽ. ഏതൊക്കെയാണ് രണ്ട് കബീല? ഓക്കെ, അബസ് വസ്സബിയാൻ. ബക്കർ താലബ് ഗോത്രത്തിൽ നടന്ന ഇത് ഏതാണ്? ഹർബൽ ബത്ര. ഓക്കെ ബസൂസ്. ഓക്കെ, ശുക്രാൻ. അപ്പോൾ നമ്മളെ അസ്ലുൽ ലുഗ അൽ അറബിയ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് മുഅല്ലഖാത്തിലേക്ക് പോവാം. മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു പാർട്ടാണ് മുഅല്ലഖാത്ത് വഅസ്ഹാബുഹ. ഓക്കെ, അൽ മുഅല്ലഖാത്ത് വഅസ്ഹാബുഹ ഹിയ ഖസായിദുൻ മുംതാസുൻ മിൻ അജ്വദി ശിഅരിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും ടോപ്പ് ക്ലാസ്, അതായത് വളരെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കവിതകൾക്കാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. കാനത് തുക്തബു ബിമാഇ الذهബി വതഅല്ലഖ അലാ അസ്താരിൽ കഅബ. അത് സ്വർണ്ണ ലിപികളാൽ എഴുതി കഅബയുടെ ചുമരുകളിൽ, അതായത് കഅബയുടെ മറയിൽ തൂക്കി ഇട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർക്ക് അത് കഅബയുടെ മുകളിൽ തൂക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, തൂക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ തൂക്കിയിട്ടുണ്ട് എന്ന് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് അതിന് മുഅല്ലഖാത്ത് എന്ന് പേര് വന്നതെന്ന് ഓർത്തു വെക്കുക. അവ്വലു മൻ ജമഅ അൽ മുഅല്ലഖാത്ത്. മുഅല്ലഖാത്തിനെ ആദ്യമായി ജമഅ ചെയ്തത് ആരാണ്? ഹമ്മാദു റാവി. ഹമ്മാദു റാവി എന്ന് പറയുന്ന ആളാണ്. ഇയാള് അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ച ആളാന്ന് തോന്നുന്നു അല്ലെ, അബ്ബാസിയുടെ തുടക്കത്തിലൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ത്വഹ ഹുസൈനൊക്കെ ഇയാളെ വിമർശിക്കുന്നുണ്ട്. കാരണം അത്രയും മുങ്ങി കടന്നുപോയ ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ കൃതികള് അബ്ബാസി കാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് ഇതൊക്കെ ജമ ചെയ്തിട്ട് ഇതൊക്കെ അന്തറ എന്താ പറയാ അബ്ദുൽ ഖൈസ് എന്നൊക്കെ ഓരോ പേര് കൊടുത്തിട്ട് ഇതൊക്കെ ഒരു സാങ്കല്പിക കൃതി മാത്രമാണ് എന്ന് ത്വഹ ഹുസൈൻ പറയുന്നുണ്ട് ഫിഷേറിൽ ജാഹിലി എന്ന് പറയുന്ന പുസ്തകത്തിൽ. പിന്നീട് അയാൾ തന്നെ തിരിച്ച് എഴുതുന്നുണ്ട് ഇതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ പുസ്തകത്തിന്റെ പേര് ഫിൽ അദബുൽ ജാഹിലി. ഓക്കെ, അതൊന്നും ആവശ്യമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മുഅല്ലഖാത്തിന്റെ മറ്റു പേരുകൾ. സബഉ തിവാൽ, മുദഹബാത്ത്, സിമൂത്ത്. ഓക്കെ, സിമൂത്ത്, മുദഹബാത്ത്. മുദഹബാത്ത് എന്ന് പറഞ്ഞാല് സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടത്. സബഉ തിവാൽ എന്ന് പറഞ്ഞത്, തിവാൽ എന്ന് പറഞ്ഞാൽ നീളമേറിയ കൃതികൾ. ഈ മുഅല്ലഖ വളരെ ദൈർഘ്യമേറിയ അല്ലെങ്കിൽ 50-100ഓളം വരികൾ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് മുഅല്ലഖ. ഖസീദ പോലെയല്ല. അപ്പോൾ സബഉ തിവാൽ എന്ന് പറയുന്നുണ്ട്. മുദഹബാത്ത്, അസ്സിമൂത്ത്. സിമൂത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് കഴുത്തിലിടുന്ന ഒരു ആഭരണമാണെന്ന് തോന്നുന്നുണ്ട്. സ്ത്രീകളൊക്കെ വളരെ നെക്ലേസ് ഒക്കെ പോലെയുള്ള ഒരു സംഭവമാണ്. നല്ല വിലപിടിപ്പും നല്ല ഭംഗിയുമുള്ള, അതുകൊണ്ടാണ് അതിന് ആ പേര് വെച്ചത്.
ഇതിന്റെ ആളുകള് 7, 10 അതത് മുഅല്ലഖാത്തിന്റെ ആളുകൾ 7 എന്നുള്ള അഭിപ്രായമുണ്ട്, 10 എന്നുള്ള അഭിപ്രായമുണ്ട്. ഓക്കെ, മുഅല്ലഖാത്തു സബഅ, മുഅല്ലഖാത്തുൽ അശർ രണ്ടും പറയപ്പെടാറുണ്ട്. അതിൽ ചില പണ്ഡിതന്മാർക്ക് വ്യത്യാസമുണ്ട്. ചിലർ 7 ആൾക്കാരെ എണ്ണുന്നുള്ളൂ, ചില ആൾക്കാർ 10 ആൾക്കാരെ എണ്ണുന്നുണ്ട്. നമുക്ക് 10 ആൾക്കാരെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പഠിച്ചു പോകാം. ഇംറുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സൽമ, സുൽമ, عمرو بن كلثوم، عنترة بن شداد، لبيد بن ربيعة، طرفة بن العبد، النابغة الذبياني، عشاء القيس، عبيد بن الأبرز، الحارث بن الهليزة. ഇതാണ് 10 ആൾക്കാർ. ഇതിൽ ഈ മഞ്ഞ ഹൈലൈറ്റ്സിൽ കൊടുത്തത് ഇംറുൽ ഖൈസും സുഹൈർ ബിൻ അബി സലമയും. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. മറ്റുള്ളവർ പഠിക്കേണ്ടതെന്നല്ല, ഇവരുടെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് കളറിൽ കൊടുത്തത്, അതായത് അബീദ് ബിൻ അബ്രസും ഹാരിസ് ബിൻ ലസയും, ഇവരുടെ ചോദ്യങ്ങൾ അങ്ങനെ കേട്ടിട്ട് എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം മറ്റുള്ള ആളുകൾ തന്നെ ഒരുപാടുണ്ട്. അപ്പം അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ഈ ഒരു ആളുകളൊക്കെ കുറിച്ചിട്ട് പഠിക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 7, 10 എന്നുള്ള 2 അഭിപ്രായമുണ്ട്. ഈ 7 വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയോ? 3 ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ 7 ആൾക്കാരെ കിട്ടും. ഒന്ന് അബീദ് ബിൻ അബ്രസ്, 2 ആയിഷ, നാബിയ. ആയിഷ, ഹാരിസ് ഇബ്നു ഹിൽസ. ഹാരിസ് ബിൻ ഹിൽസ 7 ഓക്കെ. നാബിയത്ത് സുബിയാനി, അബീദ് ബിൻ അബ്രസ്, ആയിഷ അൽ ഖൈസ്, ഈ 3 പേരെ ഒഴിവാക്കിയാൽ നമുക്ക് മുഅല്ലഖാത്ത് സബ 7 മുഅല്ലഖയുടെ ആളുകൾ കിട്ടും. ആ 3 ആൾക്കാരെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 10 ആൾക്കാർ. ഓക്കെ, 2 പണ്ഡിതന്മാർക്കിടയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, മുഅല്ലഖാത്ത് സബയിൽ പെടാത്ത ആളാരാണെന്ന്. പക്ഷെ നമുക്ക് നാബിയ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ആളാകുമ്പോൾ നമ്മളത് അതിൽ പെടാത്ത ആളാണെന്ന് നമുക്ക് ഓർമ്മ വരില്ല. നാബിയ അതിൽ ഇല്ലാത്ത ആളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇംറുൽ ഖൈസ് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാം, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളുകളായിരിക്കും. അബുൽ ഹാരിത്ത് ജുന്ദഹ് ബിൻ ഹിജർ അൽ കിന്ദി എന്നാണ് പേര്. അബുൽ ഹാരിത്ത് എന്ന് പറയുന്നത് കുഞ്ഞിയത്താണ്. ജുന്ദഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇബ്നു ഹജർ എന്നാണ് ഉപ്പയുടെ പേര്. കിന്ദി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഖബീല കിന്ദ. ഓക്കെ, അമീർ ഷുഅറ അൽ ജാഹിലിയ, ജാഹിലി കാലഘട്ടത്തിലെ ഏറ്റവും കവിതയുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആള്. നജിദിലാണ് 500 എന്ന് പറയുമ്പോൾ വീഡിയോ. ഓക്കെ, നജിദിലാണ് ജനിച്ചത്. നജിദ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? അന്നത്തെ നജിദ് റിയാദിലാണ് കേട്ടോ. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലാണ് നജിദ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇംറുൽ ഖൈസ് ജനിച്ചത്. തോഫിയ അങ്കറയിലാണ് മരിക്കുന്നത്. 540 40 വയസ്സായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്കറ ഏതിന്റെ തലസ്ഥാനാണ്? തുർക്കി. ഓക്കെ, തുർക്കിയിലാണ് അദ്ദേഹം മരിച്ചത് കേട്ടോ. സൗദിയിൽ ജനിച്ച് തുർക്കിയിൽ മരണപ്പെട്ട ആളാണ് ഇംറുൽ ഖൈസ്. അങ്ങനെ പഠിക്കേണ്ട, നജിദ് അങ്കറ എന്ന് മാത്രം പഠിച്ചു വെക്കുക. ഇപ്പയുടെ പേര് ഹിജർ ബിൻ ഹാരിത്ത് അൽ കിന്ദി എന്നാണ്. അദ്ദേഹം രാജാവായിരുന്നു. പിന്നെ ഉമ്മയുടെ പേര് ഫാത്തിമ ബിൻത് റബിയ. ഈ ഉമ്മയും മുഹൽഹിലും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇംറുൽ ഖൈസിന്റെ അമ്മാവനാണ് മുഹൽഹിൽ. ഓക്കെ, ഞങ്ങളെ പെങ്ങള് മൽപ്പറമാശ്. ദെൻ അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര് ഒനൈസ എന്നാണ്. ഫാത്തിമ ബിൻത് അബീദ് എന്നാണ് യഥാർത്ഥ പേര്. പക്ഷെ അവള് ഫേമസ് ആയിട്ടുള്ള പേര് ഒനൈസ എന്നാണ് കേട്ടോ. അത് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഓപ്ഷൻസിൽ ഒനൈസ എന്നുണ്ടാവില്ല, ഫാത്തിമ ബിൻത് അബീദ് എന്നൊക്കെയാണ്. ആള് മാറിപ്പോരുത്, രണ്ടും ഒരാളാണ്, ഒനൈസ, ഫാത്തിമ ബിൻത് അബീദ്. പിന്നെ ഖബീല കിന്ദയാണ്. അദ്ദേഹത്തിന് ലഖബുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ദുൽ ഖുറൂഹ്, മലിക്കുൽ ദില്ലീൽ, ഉലാമല്ലാഹി, മലിക് ഷുഅറ, മലിക് തരീദ്, അമീർ തരീദ്, മലിക് ഷുഅറ ഫിന്നാർ, അങ്ങനെയും കണ്ടിട്ടുണ്ട്. ദുൽ ഖുറൂഹ് എന്ന് പറഞ്ഞാൽ മുറിവേറ്റ ആള് എന്നർത്ഥം. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എന്നല്ല, ഇദ്ദേഹം ഒരു ചതിയിൽ പെടുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇദ്ദേഹത്തിന് ഒരു വിഷമാർന്നിട്ടുള്ള ഒരു ഖമീസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അത് ധരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ച് ജുസുരി ബാധിച്ച് അദ്ദേഹം മരിക്കുന്നുണ്ട്. ആ ഒരു പേര് കൊണ്ടാണ് അദ്ദേഹത്തിന് ദുൽ ഖുറൂഹ് എന്ന് ലഖബ് കിട്ടിയത്. പിന്നെ മലിക്കുൽ ദില്ലി എന്ന് പറഞ്ഞാൽ ഒരു പായായി പോയ ഒരു രാജാവ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഉപ്പയ്ക്ക് ശേഷം രാജഭരണം കിട്ടേണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഉപ്പയെ മറ്റുള്ള ആളുകൾ കൊല്ലുകയും പിന്നെ അദ്ദേഹത്തിന് രാജഭരണം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് മലക്കുൽ ദില്ലീൽ എന്നുള്ള പേരും കിട്ടുന്നത്. പിന്നെ മറ്റുള്ളതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്.
ഒരു പിഴച്ച മലിക്കു രാജകുമാരൻ എന്നിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. മലിക്കുദ്ദില്ലീലല്ലേ? എന്നെ ലിഖുൽ പിഴച്ച വലീൽ അല്ലേ? വലീൽ, പിഴവ്. മലിക്കും വലീൽ. ഓക്കെ, ഞാൻ അതായത് കേട്ടിട്ടുള്ള അദ്ദേഹം ഒരു മോശമായ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് ജീവിതം അങ്ങനെ നയിച്ചു പോയപ്പോഴത്തേക്ക് ഒരു പിഴച്ച രാജകുമാരൻ എന്ന സ്ഥാനപ്പേരിലേക്ക് ഉയർന്നു എന്നാണ് ഓക്കെ, പഠിച്ചിട്ടുള്ളത്. ഓക്കെ ശുക്രൻ. അതായിരിക്കാം. പക്ഷെ മലിക്കുദ്ദില്ലീൽ എന്നുള്ളത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കേട്ടതാണ്. ലീലൊന്നും ദില്ലീലൊന്നും പറയാൻ അറിയില്ല. ഓക്കെ, ഈ വല്ല എന്ന് പറഞ്ഞാൽ പിഴച്ചു എന്നാണല്ലോ. അപ്പൊ വലിയില് പിഴയ്ക്കൽ എന്നുള്ള ഒരു മസ്ദറിന്റെ അങ്ങനെ ഒരു അർത്ഥമാണ് അതിന് ഉള്ളത്. ഓക്കെ ശുക്രൻ. ഓക്കെ, ബാക്കിയുള്ള പേരുകള് മലിക് ഷുറാ, മലിക് തരീദ്, അമീർ തരീദ്, മലിക് ഷുറാ ഫിന്നാർ. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഇംറുൽ ഖൈസ് ലിവാഉ ഷുറാ ഫിന്നാർ, ലിവാഉ ഷുറാ ഫിന്നാർ എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. പക്ഷെ അതൊരു ലൈഫായ ഹദീസാണെന്നാണ് മൊത്തമുള്ള അഭിപ്രായം. കാരണം നരകത്തിലേക്ക് കവികളുടെ പതാക വഹിച്ചു കൊണ്ടുപോകുന്ന കൊടി ഉയർത്തി കൊണ്ടുപോകുന്നതിൽ ആദ്യത്തെ ആൾ ഇയാളാണ് എന്ന് പറയുന്നത്. അപ്പം അത് ലൈഫായിട്ടുള്ള ഒരു ഹദീസാണ് ഇൻഷാ അല്ലാ. പിന്നെ ഇദ്ദേഹത്തിന്റെ അസല് യമനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഹുവ നജ്ദിയൻ വ ഇൻകാന യമനിയൻ. അദ്ദേഹത്തിന്റെ അസല് യമനാണെങ്കിലും അദ്ദേഹം നജ്ദുകാരനാണ് എന്ന് പറയുന്നുണ്ട്. ഇതും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് മയക്കിതാക്കണേ. റാവി ലഹു, അദ്ദേഹത്തിന് ഒരു റാവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അബൂ ദാവൂദ് അൽ ഇയാദി. അബൂ ദാവൂദ് അൽ ഇയാദി എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ റാവി. റാവി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ എഴുതി വെക്കുന്ന ആളുകളായിരിക്കണം റാവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മാവനാണ് മുഹല്ലിൽ അവ്വലു മൻ ഖസദൽ ഖസീദ, ആദ്യമായിട്ട് ഖസീദ എഴുതിയ ആള്. ഹുവ അശ്അറുൻ നാസി ഇദാ റക്കിബ. റക്കിബ എന്ന് പറഞ്ഞാല് കുതിരമേൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങിയാലാണ് അദ്ദേഹത്തിന് മൂഡ് വരുള്ളൂ, അദ്ദേഹത്തിന് കവിത എഴുതാൻ തോന്നുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല കവിതകൾ വരാറ്. അവ്വലു മൻ വഖഫ അലൽ അത്ലാലി വബക അലൽ ദിയാരി വശബ്ബബ നിസാഅ. ഈ ഒരു സംഗതികളൊക്കെ ആദ്യമായിട്ട് ചെയ്തത് ഇയാളാണ്. എന്തൊക്കെയാണ്? വഖഫ അലൽ അത്ലാൽ, അതായത് കാമുകിയുടെ എന്നല്ല, പഴയ ഒരുപാട് മുന്നേ നശിച്ചു പോയ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കവിതകൾ എഴുതിയ ആള്. പിന്നെ വബക അലൽ ദിയാർ, ഏകദേശം രണ്ടുപേരെ അർത്ഥം തന്നെയാണ്. വീടുകളെ കുറിച്ചു ഓർത്ത് കരഞ്ഞ ആളുകൾ. വശബ്ബബ നിസാ, സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് പാട്ടുപാടിയ. ഓക്കെ, ഇതൊക്കെ ആദ്യമായി ചെയ്തത് ഇംറുൽ ഖൈസാണ്. അപ്പൊ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, റഹിമല്ലാഹു അബി ضيعني صائرا وحملني دمه كبيرا لا صحو اليوم ولا سكر غدا اليوم خمر غدا أمر. ഓക്കെ, അതായത് അള്ളാഹു എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കട്ടെ, കരുണ ചെയ്യട്ടെ. എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പകാലത്തിൽ എന്നെ നഷ്ടപ്പെടുത്തി. അതായത് ഉപ്പയാണ് അദ്ദേഹത്തെ നാട് കടത്തുന്നത്, അദ്ദേഹത്തിന്റെ മോശം സ്വഭാവം കാരണം. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ എന്നെ നഷ്ടപ്പെടുത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ രക്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികാരം എന്നെ വീണ്ടും അദ്ദേഹത്തിലേക്ക് വഹിച്ചു കൊണ്ടുവന്നു, അദ്ദേഹത്തെ ഉപ്പയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ലാ സഹ്വല്യവും, ഇന്ന് ഈ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഇന്ന് ഈ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നുമില്ല. വല സുഖ്രാദൻ, നാളെയാണെങ്കിലോ നാളെ ഒരു ലഹരിയും ഇല്ല, എന്ന് വെച്ചാൽ നാളെ കള്ളുകൂടിയൊന്നുമില്ല. അല്യോ മുഹമ്രുൻ, ഇന്ന് മുഴുവൻ കള്ളുകൂടിയാണ്. വഖദൻ അമ്ര, നാളെ മൊത്തം കാര്യമാണ്. ഇന്ന് ഫുള്ള് കളി, നാളെ കാര്യം എന്നുള്ള ഒരർത്ഥം. നാളെ ഞാൻ എൻ്റെ ഉപ്പയെ കൊന്ന ആളുകളോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഹാവല അയ്യസ്തർജ മംലക്കത്ത് അബീഹി മിൻ മുനാദറ. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ രാജഭരണം മുനാദറക്കാർ തട്ടിയെടുത്തു. പക്ഷെ അദ്ദേഹം അവരിൽ നിന്ന് തിരിച്ചെടുക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അങ്കറയിൽ വെച്ചിട്ട് അദ്ദേഹം 540 ഹിജറിൽ വഫാത്താവുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം അതായത് കുഷ്ഠരോഗം, അത് വിഷമുള്ള ആ കമീസ് ധരിച്ചിട്ട്. പിന്നെ കാല സാഹിബിന് അബ്ബാദ്. ഓക്കെ, ഈ ഒരു കൗല് ഇമ്പോർട്ടന്റ് ആണ്. ഇംറുൽ ഖൈസിനെ കുറിച്ചിട്ട് സാഹിബിന് അബ്ബാദ് എന്താണ് പറഞ്ഞത്? ബദ അശ്ശിറു ബിമലിക്കിൻ വഖുതിമ ബിമലിക്കിൻ. കവിത തുടങ്ങിയത് ഒരു രാജാവിനെ കൊണ്ടാണ്, കവിത അവസാനിച്ചതും മറ്റൊരു രാജാവിനെ കൊണ്ടാണ്. അപ്പൊ ആദ്യത്തെ മലിക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഇംറുൽ ഖൈസ് ആണ്. അവസാനത്തെ കവിത അവസാനിച്ച മലിക്ക് ആരാണെന്ന് ചോദിച്ചാൽ അബൂ ഫറാസ് അൽ ഹമദാനിയാണ്. ഓക്കെ, ഇംറുൽ ഖൈസ്
ഹമദാനി. അതായത് ഏറ്റവും നല്ല കവികൾ അവരാണ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി മുഅല്ലഖത്തുഹു ലാമിയൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ വരി കണ്ടാൽ നമുക്ക് ഇമ്രുൽ ഖൈസിന്റെ വരിയാണ് എന്ന് അറിയുന്നില്ലെങ്കിലും അവസാനം ലാമിലാണ് അവസാനിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇമ്രുൽ ഖൈസിനൊന്ന് കുത്തുക. തൊയിൽ ബഹറിലാണ് 80 ബൈത്താണ് കേട്ടോ. സമാനൂന ബൈത്തൻ. സബബുൻ നദ്മ്, അദ്ദേഹം മുഅല്ലഖ് എഴുതാനുള്ള കാരണം യൗമു ദാറത്തുൽ ജുൽജുൽ. ദാറത്തുൽ ജുൽജുൽ എന്ന് പറയുന്ന ആ ഒരു ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, സംഭവം പറയണ്ടല്ലോ, ഒരുപാട് നീണ്ടുപോകും. അതായത് കാമുകിയുമായിട്ട് അദ്ദേഹം ആ കുതിരയിൽ സഞ്ചരിച്ചതും അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അറുക്കുകയും എന്നിട്ട് ഉനൈസയുടെ ഒട്ടകത്തിൽ കയറുകയൊക്കെ ചെയ്ത ആ ഒരു സംഭവത്തെയാണ് ദാറത്തുൽ ജുൽജുൽ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇത് എഴുതുന്നത്, മുഅല്ലഖ് എഴുതുന്നത്. അതുപോലെ ഷേറിൻ വല്ലി കഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് കാബയുടെ മേലിൽ കെട്ടിത്തൂക്കിയത് ഇമ്രുൽ ഖൈസിന്റെ കവിതയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഖസീദത്തിൻ നാലത്ത് ഇജാബുൽ മുഹക്കമീൻ ഫി സൂഖി ഉഖാദ്. സൂഖ് ഉഖാദ് ചന്തയിൽ ഒരുപാട് ജഡ്ജിമാരുണ്ടാവും. നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ നമ്മൾ നാക്കിദീങ്ങൾ, വിമർശകർ എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് ഒരുപാട് ജഡ്ജിമാരുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ നാബിയാത്ത് സുബിയാനൊക്കെ അതിൽ പെട്ട ആളായിരുന്നു കേട്ടോ. കാരണം കവികള് അവരുടെ കവിതകൾ പാടുന്നു, പിന്നെ നാബിയ അതിനെ വിമർശിക്കുന്നു, നല്ലതേത് മോശമേത് എന്നൊക്കെ പറയുന്നു. അപ്പം അവ്വലു ഖസീദത്തിൻ നാലത്തെ ഇജാബുൽ മുഹക്കിമീൻ, ജഡ്ജിമാരുടെ അവരുടെ എന്താ പറയാ ലൈക്ക്, ഇജാബ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്നാണ് അർത്ഥം. അവരുടെ ലൈക്ക് കിട്ടിയ ഒരു ഖസീദ ഇമ്രുൽ ഖൈസിൻ്റെതാണ് എന്ന് പറയുന്നു. ഇനി അദ്ദേഹത്തിന്റെ മത്ലാണ് കിഫാന ബികി മിൻ ദിക്റ ഹബീബി വമൻസിലി ബിസഖ്തി ലിവാ ബൈന ദഖൂലി ഫഹൗമലി. അത് എല്ലാവർക്കും അറിയാം, കാണാപ്പാടായിരിക്കും. ഇമ്രുൽ ഖൈസിൻ്റെതാണ്. ഹൗമലി, ലാമിലാണ് അവസാനിക്കുന്നത്. വസ്ഫുല്ലയിൽ, രാത്രി അദ്ദേഹം വർണ്ണിച്ചുകൊണ്ട് പാടുന്നുണ്ട്. രാത്രിയെ വർണ്ണിച്ചുകൊണ്ട് പാടിയ ആദ്യത്തെ ആൾ ഇമ്രുൽ ഖൈസ് ആണ്. അല അയ്യുഹല്ലൈലു ത്വവീലു അലൻജലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻക ബിഅംസലി വലൈലുൻ കമൗജുൽ ബഹ്രി അർഖാ സുദൂലഹു അലയ്യ ബിഅൻവാഇൽ ഹുമൂമി ലിയബ്തലി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വരികളാണ്. അർത്ഥം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അയ്യുഹല്ലൈലു ത്വവീൽ അലൻജലി, ദീർഘമേറിയ യാത്ര നീ എന്താണ് പ്രകാശം പുലരാത്തത്, എന്താണ് രാവിലെ ആവാത്തത് എന്ന് ചോദിക്കാം. ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻക ബിഅംസലി, ഇതുപോലത്തെ ഒരു പ്രഭാതം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം രാത്രി ഇങ്ങനെ അവസാനിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പ്രഭാതമാവാത്തത് എന്നുള്ള അത് ആലോചിച്ചിട്ട് പാടിയതാണ്. പിന്നെ അടുത്തത് വലയിലും കമോജുൽ ബഹരി അർഹാസുദൂലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലിയബ്തലി. രാത്രി എന്ന് പറയുന്നത് കടലിലെ തിരമാലകളെ പോലെയാണ്. അത് ഒന്നിനു പിറകെ ഒന്നൊന്നായി ഇങ്ങനെ തിരമാല വരുന്ന ആ ഒരു രംഗത്തെ അദ്ദേഹം എന്താണ് ഹുമൂമ്, അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വരുന്നത് പോലെ തശ്ബീഹ് ചെയ്യാണ്. ഓക്കെ. ഇനി ഒനൈസയെ കുറിച്ച് പറഞ്ഞത് അഫാത്തിമ മഹ്ലൻ ബഅദ ഹാദ തദല്ലുലി വഇൻ കുൻതി അസഅംതി സിർമി ഫജ്മലി. അവിടെ ഫാത്തിമ എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്ക് ഇമ്രുൽ ഖൈസിന് ഓർമ്മ വരണം. കാരണം ഇമ്രുൽ ഖൈസിന്റെ കാമുകിയുടെ പേര് ഒനൈസയുടെ പേര് ഫാത്തിമ ബിൻത് അബീദാണ്. ആ ഫാത്തിമയാണ് ഇവിടെ പറഞ്ഞത്. ഇനി വസ്ഫുൽ ഖൈൽ, ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ്. കുതിരയെ വർണ്ണിച്ചു പാടിയ ആളും ഇമ്രുൽ ഖൈസാണ്. മിക്കറിൻ മിഫർജിൻ മുഖ്ബിലിൻ മുദ്ബിരിൻ മഅൻ കജുൽ മൂദി സഖറിൻ ഹത്തഹു സൈലു മിൻ അലി. ഓക്കെ, അത് കുതിരയുടെ ഓരോ ചാട്ടവും അതിന്റെ ഓരോ ആക്ഷനുകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നതാണ്. മിക്കറിൻ മിഫറിൻ മുഖ്ബിലിൻ മുദ്ബിരിൻ മഅൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത സുഹൈർ ഇബ്നു അബി സുൽമ. സുഹൈർ ഇബ്നു അബി സുൽമ ആണ് കേട്ടോ, സലമ എന്നല്ല, സുൽമ. ഒലിദ നജിദിൽ തന്നെയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പയും അമ്മാവനും 2 സഹോദരിമാരും, വാലിദാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ മാതാപിതാക്കൾ 2 ആളും, വലദാഹു എന്നാണ് കേട്ടോ, ഓഫൻ വലദാഹു 2 മക്കളും എന്താണ് കവികളായിരുന്നു കേട്ടോ. കുടുംബം മൊത്തം കവികളായിരുന്നു. 2 മക്കൾ ആരൊക്കെയാണ്? കാബ്, ബുജൈർ. അദ്ദേഹത്തിന്റെ ആഷിഖത്തിന്റെ പേര് ഉമ്മ ഔഫ എന്നാണ്, ഫേമസ് ലൈല എന്നാണ് പേര്, ഉമ്മ ഔഫ. കബീലത്ത് മുസ്ന ഗോത്രാണ്. മിൻ ബനി അത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറിയ ഗോത്രമാണ് മുസ്ന. ആ മുസ്നയിൽപ്പെട്ട ആളാണ് നമ്മുടെ സുഹൈർ ഇബ്നു അബി സുൽമ. അദ്ദേഹത്തിന് ഷായറുൽ ഹിക്മ എന്നുള്ള ലഖബുണ്ട്. ഹിക്മ, അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ജീവിത പാഠങ്ങൾ എന്നൊക്കെ പറയാം. ഷായറുസ്സലാം, ദ പോയറ്റ് ഓഫ് പീസ്, സമാധാനത്തിന്റെ കവി. അബീദു ഷിഅർ, കവിതയ്ക്ക് വേണ്ടി ജീവിതം തന്നെ അർപ്പിച്ച ആളുകൾക്കാണ് നമ്മുടെ അബീദു ഷിഅർ എന്ന് പറയുന്നത്. അതായത് കവിതയുടെ അടിമ,
കവിതയ്ക്ക് വേണ്ടി മുഴുവൻ ഒരു ഇദ്ദേഹത്തിന് ഹൗലിയാത്ത് എന്ന് പറയുന്നുണ്ടല്ലേ, കവിതയ്ക്ക് വേണ്ടി അദ്ദേഹം മുഴുവൻ ചെലവഴിച്ച ആളാണ് സുഹൈർ ഇബ്നു അബി സൽമ. ഇനി അദ്ദേഹത്തിന്റെ റാവിയായിരുന്നു ഔസ് ഇബ്നു ഹിജർ എന്ന് പറയുന്ന ആള്. അഷ്അറുൻ നാസി ഇദാ റഗിബ, ഇംറുൽ ഖൈസിന്റെ എന്തായിരുന്നു? ഇദാ റഖീബ. ഇത് അഷ്അറുൻ നാസി ഇദാ റഗിബ, അദ്ദേഹത്തിന് ആഗ്രഹം വന്നാൽ അദ്ദേഹത്തിനാണ് തോന്നണം, അപ്പം അദ്ദേഹം എഴുതും എന്നാണ് പറയുന്നത്. റഗിബ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഹുവ സാഹിബുൽ ഹൗലിയാത്ത്, ഹൗലിയാത്തിന്റെ ആളാണ് സുഹൈർ ഇബ്നു അബി സൽമ. ഹൗലിയാത്ത് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ അദ്ദേഹം ഒരു ഖസീദ എഴുതുള്ളൂ. ആദ്യത്തെ 4 മാസം അദ്ദേഹം എഴുതും, പിന്നത്തെ 4 മാസം അതിനെ എഡിറ്റ് ചെയ്യും, പിന്നത്തെ 4 മാസത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ കുറച്ച് പണ്ഡിതന്മാരായ ആളുകൾക്കൊക്കെ അത് കാണിച്ചു കൊടുക്കും. പിന്നെ അവസാനമാണ് അത് പബ്ലിഷ് ചെയ്യാറുള്ളത്, എന്ന് വെച്ചാൽ സൂക്കിൽ അങ്ങാടിയിലൊക്കെ പോയിട്ട് അത് പാടാറുള്ളത്. അങ്ങനെ ഒരു വർഷം എടുക്കും അദ്ദേഹത്തിന്റെ ഒരു ഖസീദ എഴുതാൻ. അതുകൊണ്ടാണ് ഹൗലിയാത്ത്, സാഹിബുൽ ഹൗലിയാത്ത് എന്നുള്ള പേര് വന്നത്. ഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. ഷാറുൽ അറബ്, കവികളിലെ ഏറ്റവും പാട്ട് പാടുന്ന ആള്. ഷാഇറു ഷ്വറ, കവികളുടെ കവി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന് മുഅല്ലഖ മീമിയാണ്, തൊയ്യിലാണ്, 59 ബൈത്താണ്. തൊയ്യിൽ ബഹറാണ്, 59 ബൈത്താണ്. ഇദ്ദേഹം മദാ ഹാരിസ് ഇബ്നു ഔഫ് വ ഹരിമ ഇബ്നു സിനാൻ ഹുമാ അസ്ലഹ ഹർബ് ദാഹിസ് വൽ ഖബ്റ. ഹർബ് ദാഹിസ് വൽ ഖബ്റ യുദ്ധം, അസ്ലഹ എന്ന് പറഞ്ഞാൽ അത് രഞ്ജിപ്പുണ്ടാക്കി, അത് ഒത്തുതീർപ്പാക്കിയ 2 ആളുകളാണ് ഹാരിസ് ഇബ്നു ഔഫും ഹരിമ ഇബ്നു സിനാനും. ഇവർ രണ്ടുപേരും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മുഅല്ലഖത്തിന്റെ മത്ലാണ് അമിൻ ഉമ്മി ഔഫാദ് ഇബ്നത്തും ലം തകല്ലമി ബിഹൗമാനത്തി ദുർറാജി ദർറാജി ഫിൽ മുതകല്ലമി. ഓക്കെ, ഹൗമാനത്തി ദുർറാജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്. പിന്നെ ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫു ഫുആദു വലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഒക്കെ മീമിലാണ് അവസാനിക്കുന്നത്. ഒരു മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത്, ലിസാനുൽ ഫതാ, ഒരു മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത് അവന്റെ പകുതിയാണ്. വനിസ്ഫുൻ ഫുആദു, ബാക്കി പകുതി എന്ന് പറയുന്നത് അതിന്റെ ഹൃദയമാണ് കേട്ടോ. ഖൽബിന്റെ വേറൊരു വാക്കാണ് ഫുആദ്. ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. അത് രണ്ടും ഒഴിച്ചാലും ജസ്റ്റ് ഒരു രൂപവും കുറച്ച് മാംസവും കുറച്ച് രക്തവും മാത്രമാണ് ഒരു മനുഷ്യൻ. ഈ ഒരു 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ സത്ത്. ഏതാണ്? ഹൃദയം, നാവും. ഓക്കെ, അതുകൊണ്ടാണ് ഷാറുൽ ഹിക്മ എന്നുള്ള പേര് അദ്ദേഹത്തിന് വരാൻ കാരണം, ഇങ്ങനെയുള്ള കവിതകൾ എഴുതുന്നതുകൊണ്ട്. ഫലാ തക്തുമന്നല്ലാഹ മാ ഫീ നുഫൂസിക്കും ലിയഖ്ഫാ മഹ്മാ യക്തുമില്ലാഹു യഅലമു. നിങ്ങൾ എത്ര തന്നെ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെച്ചാലും അള്ളാഹു അത് അറിയും എന്നാണ് അതിന്റെ ആകെ മൊത്തം ടോട്ടൽ. ഓക്കെ, ഈ കവിതകൾ എന്തായാലും പഠിച്ചു വെക്കണം. ജാഹിലി കാലഘട്ടത്തിൽ അത് ചോദിച്ചു കണ്ടിട്ടുള്ളത് കവിതകളും അവരുടെ ഫേമസ് ആയിട്ടുള്ള ലക്കബുകളും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് അംർ ഇബ്നു കുൽസൂം അത്തഗ്ലബി. അംർ ഇബ്നു കുൽസൂം അത്തഗ്ലബി, തഗ്ലബ് ഗോത്രക്കാരനാണ്. അബുൽ അസ്വദ് അംർ ഇബ്നു കുൽസൂം അത്തഗ്ലബി എന്നാണ് പേര്. അബുൽ അസ്വദ് കുന്നിയത്ത്, കുന്നിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓമന പേര് എന്നൊക്കെ പറയില്ലേ, അതേപോലെ. ولد ونشأ وتوفي ജസീറത്തുൽ ഫുറാത്ത്. ജസീറത്തുൽ ഫുറാത്ത് എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ്, അവിടെയാണ് ജനിച്ചതും വളർന്നതും മരിച്ചതൊക്കെ. അദ്ദേഹത്തിന്റെ ലഖബ് ഫത്താഖുൽ അറബ്. ഫത്താഖുൽ അറബ് എന്ന് പറഞ്ഞാല് ഭയങ്കര ധീരനായിട്ടുള്ള ആളുകളൊക്കെയാണ് ഫത്താഖുൽ അറബ്. പെട്ടെന്ന് ദേഷ്യം പിടിച്ച് പെട്ടെന്ന് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിട്ട് യുദ്ധത്തിനൊക്കെ ഇറങ്ങുന്ന ആളുകൾക്കാണ് ഫത്താഖുൽ അറബ് എന്ന് പറയുന്നത്. അതേപോലെ ഫത്താഖു ഷുജാ എന്നാണ് കേട്ടോ എന്നുള്ള ലഖബുണ്ട്. ഫത്താഖുൽ അറബ് എന്ന് കേൾക്കുമ്പോൾ അംർ ഇബ്നു കുൽസൂമിന് ഓർമ്മ വരണം. അദ്ദേഹത്തിന്റെ ഉമ്മ ലൈല ബിൻത്ത് മുഹൽഹിൽ. അപ്പം ഇദ്ദേഹത്തിന്റെ ആരാണ് മുഹൽഹിൽ? അംർ ഇബ്നു കുൽസൂമിന്റെ ആര്? സംശയം. എങ്ങനെ ഹാലാവണ്? ഓക്കെ, അതായത് മുഹൽഹിലിന്റെ ഹഫീദാണ്, മുഹൽഹിലിന്റെ പേരമകനാണ് അംർ ഇബ്നു കുൽസൂം. പേരക്കുട്ടിയാണ് അംർ ഇബ്നു കുൽസൂം. മുഹൽഹിലിന്റെ സഹോദരി പുത്രനാണ് ഇംറുൽ ഖൈസ്. ഓക്കെ, മാറിപ്പോകരുത്. ഇംറുൽ ഖൈസിന്റെ ഖാലാണ് മുഹൽഹില്, അംർ ഇബ്നു കുൽസൂമിന്റെ ജദ്ദാണ് മുഹൽഹില്. ഓക്കെ, വല്യാപ്പ. ഖാദ ഖബീലത തഗ്ലബ് ഫി ഹർബി അൽ ബസൂസ് ഫി സന 15. 15-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കബീലയായ തഗ്ലബ് ഗോത്രത്തെ നയിച്ചിട്ടുണ്ട്. ഏത് യുദ്ധത്തില്? ഹർബ് അൽ ബസൂസ്. ഓക്കെ,
അർബുൽ വസൂസിലെ ബത്തിലാരാണ്? ഓക്കെ, മുഹൽഹിലാണ് ബത്തില്. ഇദ്ദേഹം ഇതായിരുന്നു, അതായത് നയിച്ച ആളാന്നുള്ള അർത്ഥം. ഇന്നഹു ഖത്തല മലിക അംറുബ്നുൽ ഹിന്ദ്. അംറുബ്നുൽ ഹിന്ദിനെ ഇദ്ദേഹം കൊന്നിട്ടുണ്ട്. അംറുബ്നുൽ ഹിന്ദ് ഏത് മംലക്കത്തിന്റെ രാജാവായിരുന്നു? മംലക്കത്തു ഓക്കെ, മംലക്കത്തു ഹീറയുടെ രാജാവായിട്ടുള്ള അംറുബ്നു ഹിന്ദിനെ കൊന്നത് അംറുബ്നു കുൽസൂമാണ്. രണ്ടും അംറാണ് കേട്ടോ. കുഞ്ഞിയത്ത്, അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത് അബുൽ അസ്വദ് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഅല്ലക നൂനിയാണ്, നൂനിലാണ് അവസാനിക്കുന്നത്. അലാ ഹുബീബി സഹ്നിക ഫഅസ്ബഹീന വലാ തുബ്ഖി ഹുമൂറൽ അൻദരീന. അന്തരീന എന്നാണ് അവസാനിക്കുന്നത്. ഹുമൂറൽ അന്തരീന എന്ന് പറഞ്ഞാൽ ഷാമിലെ ഒരു കള്ളാണ്. ആ കള്ളിനെ ആദ്യമായിട്ട് വർണ്ണിച്ചു പാടിയ ആള് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കുൽസൂമാണ് കള്ളിനെ വർണ്ണിച്ചു പാടിയിട്ടുള്ളത്. അന്തരീന എന്ന് പറഞ്ഞാൽ അതൊരു നെറ്റിന് എന്തിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അന്തരീന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാമിലെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കള്ള് കിട്ടുന്നത്. ഓക്കെ, ഇദാ ബലഗൽ ഫിറ്റാമ ലനാ സബിയ്യുൻ തഖിറു ലഹുൽ ജബാബിറു സാജിദീന. ഓക്കെ, മറക്കരുത് കേട്ടോ. ഇംറുൽ കുൽസൂം ന അലാ ലാ യജ്ഹൽന അഹദുൻ അലൈന ഫനജ്ഹലു ഫൗഖ ജഹ്ലിൽ ജാഹിലീന. ഓക്കെ, ഒന്നാമത്തെ വരിന്റെ അർത്ഥം ഞങ്ങളെ കുട്ടികള് സബിയ്യ് ഫിത്താമായി കഴിഞ്ഞാൽ, സബിയ്യ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടി, ജനിച്ചൊരു കുട്ടി, അത് ഫിത്താമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാല്, ഫിത്താം എന്ന് പറഞ്ഞാല് മുലകുടി ബന്ധം അവസാനിക്കുന്ന, മുലകുടി അവസാനിപ്പിക്കുന്ന സമയമാണ് ഫിത്താം എന്ന് പറയുന്നത്. ആ ഫിത്താം ആയി കഴിഞ്ഞാൽ തഖിറു ലഹുൽ ജബാബിറു സാജിദീന. ജബ്ബാറിന്റെ ജമ്മാണ് ജബാബിർ. ജബാബീര്യങ്ങളായിട്ടുള്ള ആളുകൾ ഈ കുട്ടിക്ക് മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് വരും എന്ന് സ്വന്തം കബീലയെ ഫഹർ നടിച്ച് പറഞ്ഞതാണ്. സബിയ്യ് ഫിത്താമായി കഴിഞ്ഞാൽ. ഓക്കെ, അലാ യജ്ഹൽന അലൈന ഫനജ്ഹലു ഫൗഖ ജഹ്ലിൽ ജാഹിലീന. ഞങ്ങളെ മേലിൽ ആരും അജ്ഞത നടിക്കണ്ട. ഞങ്ങളെ മേലിൽ ആരെങ്കിലും അജ്ഞത നടിച്ചാൽ അവരുടെ മേലിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അജ്ഞത നടിക്കും എന്ന് പറഞ്ഞതാണ്. ഫുള്ള് ഫഹറിന്റെ വരികളായിരിക്കും അംറുബ്നു കുൽസൂമിൻ്റെത്. അടുത്തത് അൻതറത്ത് ഇബ്നു ഷദ്ദാദ് അൽ അബ്സി. ഓക്കെ, ഉലിദ വതുവഫിയ നജിദ്. ഇവരൊക്കെ നമ്മൾ പറഞ്ഞ മൂന്നാളും നജിദിലാണ് കേട്ടോ. ഇബ്നുൽ ഖൈസ് നജിദ്, സുഹൈർ നജിദ്, അംറുബ്നു കുൽസൂം മാത്രം ജസീറ അൽ ഫുറാത്തിയ, പിന്നെ അൻതറത്ത് ഇബ്നു ഷദ്ദാദ് വീണ്ടും നജിദ്. ഇഷ്തഹറ ഫുർസാനുൽ അറബ്. ഈ ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അറബികളുടെ കുതിരപ്പടയാളി, ഫുർസാനുൽ അറബ് എന്നറിയപ്പെടുന്നു. കബീലത്ത് അബ്സാണ്. ഉമ്മന്റെ പേര് സബീബയായിരുന്നു. ഉമ്മ ഹബഷിയ ആയിട്ടുള്ള ഒരു അടിമ സ്ത്രീ ആയിരുന്നു. അടിമ സ്ത്രീനെ അദ്ദേഹത്തിന്റെ ഉപ്പ ഏതൊരു യുദ്ധത്തിൽ കിട്ടിയ ഒരു സ്ത്രീയാണ് ഈ സബീബ. പിന്നെ ആ സബീബയിൽ ഉണ്ടായ മകനാണ് നമ്മുടെ അൻതറത്ത് ഇബ്നു ഷദ്ദാദ്. തുടക്കത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഉപ്പ ഇതെന്റെ മകനാണെന്ന് പറയാനൊക്കെ മടിച്ചിരുന്നു. പിന്നെ അവസാനം ഒരു യുദ്ധത്തിന്റെ സമയം വന്നപ്പോൾ മകൻ ആവശ്യം വന്നു. അപ്പൊ ഉപ്പ പറയുന്നുണ്ട്, നീ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ചാല് നീ സ്വതന്ത്രനാണ്, നീ എന്റെ മകനാണ് എന്ന് ഞാൻ ആളുകളെ മുന്നിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ജയിക്കുകയും ചെയ്തു. പിന്നെ മകനായി എന്ന് പ്രഖ്യാപിച്ചു. അതാണ് അൻതറിന്റെ മൊത്തം കഥ. ആഷിക കാമുകിയുടെ പേര് അബ്ല എന്നാണ്. ഇബ്നത്ത് അമ്മ, അതായത് എളാപ്പയുടെ മകളാണ് ഈ അബ്ല എന്ന് പറയുന്നത്. കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, വെറും കാമുകിയായിട്ടുള്ളൂ. കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല. നാന അൻതറ. അൻതറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് പഠിച്ചു വെക്കണേ. സുബാബുൻ അസ്റഖ്, നീല ഈച്ച. ഈ നീല കളറുള്ള ഈച്ചക്കാണ് സുബാബുൻ അസ്റഖ് എന്ന് പറയുന്നത്. അൻതറ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇനി ഖാദ അൻതറ ഖബീലത്ത് അബ്സ് ഫി ഹർബി അദ്ദാഹിസ് വൽ ഗബ്ര. നമ്മൾ അംറുബ്നു കുൽസൂമിന്റെ പറഞ്ഞ പോലെ തന്നെ ദാഹിസ് വൽ ഗബ്ര യുദ്ധം നയിച്ചത് അൻതറയാണ്. അദ്ദേഹം അതിലെ ബത്തിലായിരുന്നു. വഖാല അബൂഹു ഇൻദ ദാഹിസ് വൽ ഗബ്ര ഖുർറ വ അൻത ഹുർ. യുദ്ധം ചെയ്യ്, എന്നാൽ നീ സ്വതന്ത്രനാണ്. കറ എന്ന് പറഞ്ഞാല് ആക്രമിക്കണേന് കറ എന്ന് പറയാം. അതിന്റെ അമ്രാണ് ഖുർറ. ഓക്കെ, ഖുർറ എന്ന് പറഞ്ഞാൽ നീ യുദ്ധം ചെയ്യ്, വ അൻത ഹുർ, എന്നാൽ നീ സ്വതന്ത്രനാണ്. അങ്ങനെ യുദ്ധം ചെയ്തു, വിജയിച്ചു, സ്വതന്ത്രനായി. മുഅല്ലഖതുഹു മീമിയ്യ. മീമിലാണ് അവസാനിക്കുന്നത്. കാമിൽ ബഹ്റാണ്. കാമിൽ. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദമി അം ഹൽ അറഫ്ത അദ്ദാറ ബഅദ തവഹുമി. ഇതിനർത്ഥം കറക്റ്റ് അറിയില്ല. എന്ന് വെച്ചാൽ
ഇദ്ദേഹം മുഅല്ലഖ തുടങ്ങുന്ന വരി ഇതാണ്, മീമിലാണ് അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മൊത്തം എങ്ങനെയാണ്, കവികൾ എന്തെങ്കിലും അവസാനിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബാക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി, എല്ലതും അവർ പറഞ്ഞു, അപ്പൊ ഇനി ഞാൻ പറയുന്നതും അവർ പറഞ്ഞത് തന്നെയാണ് എന്നാണ് അൻതറത്ത് ഇബ്നു ഷദ്ദാദ് പറഞ്ഞത്. ഓക്കെ, അൽ ഖാദറ ഷുറ എന്നാണ് കവികൾ എന്തെങ്കിലും ബാക്കിയാക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി? ഇല്ല, ഒന്നുമില്ല. കാരണം ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. ഇനി അടുത്തത് ലബീദ് ഇബ്നു റബിയ. ആരും വിഷമിക്കണ്ട, ഇപ്പൊ കഴിയാനായിട്ടുണ്ട്. ലബീദ് ഇബ്നു റബിയ അൽ ആമിരി എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്, സഹാബിയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം സ്വീകരിച്ച് നബിയെ കണ്ടിട്ടുണ്ട്. ഇത്തനഖൽ ഇസ്ലാം വഹഫ്ളൽ ഖുർആൻ. ഓക്കെ, ഇസ്ലാം സ്വീകരിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കി. കാന സഹാബിയൻ വ ആഖിറു അസ്ഹാബിൽ മുഅല്ലഖാത്ത്. മുഅല്ലഖാത്തിലെ അവസാനം മരിച്ച ആള് ഇയാളാണ്. ആര്? ലബീദ് ഇബ്നു റബിയ. അമ്മറ തൊബീലൻ. അമ്മറ എന്ന് പറഞ്ഞാല് ഫീലാണ് കേട്ടോ. ഒരുപാട് കാലം ജീവിച്ചു. അമ്മറ എന്ന ഒരുപാട് കാലം ജീവിച്ചു. 145 വയസ്സായിരുന്നു അദ്ദേഹം. ജാഹിലിയയിൽ 90, മറ്റതിൽ 55 ആയിരിക്കണം കേട്ടോ. 55 ഫിൽ ഇസ്ലാമിൽ 55. ടോട്ടൽ 145 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇതേപോലെ നമ്മൾ പഠിക്കുന്ന വേറെ ആളുണ്ട് മുഹദ്ദറമീനിൽ. ആരാന്നറിയോ? 60 ഇസ്ലാമിലും ഇസ്ലാമിലെ 60, മറ്റേൽ 60. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഹസ്സാൻ ഇബ്നു സാബിത്താണ് 60. നമ്മുടെ ലബീദ് ഇബ്നു റബിയ 90ഉം 55ഉം. ലം യഖുൽ ഫിൽ ഇസ്ലാമി ഇല്ലാ ബൈതൻ വാഹിദൻ. ഇസ്ലാമിൽ ഇദ്ദേഹം ഒറ്റ ബൈത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം പ്രവേശിച്ചതിന് ശേഷം. അൽഹംദുലില്ലാഹില്ലദി ഇദ് ലം യഅ്തിനി അജ്ലി എന്നല്ലേ, അജ്ലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. എങ്ങനെയുള്ള അല്ലാഹുവിന്? ഇദ് ലം യഅ്തിനി അജ്ലി, എന്റെ അജ്ലി എനിക്ക് എത്തിയിട്ടില്ല. അതായത് മരണം എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അജ്ലി കൊണ്ട്. എന്റെ അജ്ലി, എന്റെ മരണം എനിക്ക് എത്തിയിട്ടില്ല. ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. സിർബാല എന്ന് പറഞ്ഞാല് ഖമീസാണ് കേട്ടോ, ഖമീസ്. അതായത് ഇസ്ലാമിൽ നിന്ന് ഞാൻ ഒരു ഖമീസ് ധരിക്കുന്നത് വരെ എനിക്ക് എന്റെ അജ്ലി, എന്റെ മരണം എത്തിച്ചു തന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുന്നേ അള്ളാഹു എന്നെ മരിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ അൽഹംദുലില്ലാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലബിസ്തു എന്ന് പറഞ്ഞാൽ ധരിക്കുക, സിർബാൽ എന്ന് പറഞ്ഞാൽ ഖമീസ്, മിനൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. അത് ഇസ്ലാമിൽ എത്തിയിട്ടല്ലാതെ എന്നെ മരിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ അള്ളാഹുവിന് സ്തുതി. ഓക്കെ, ആഷിക്കത്തിന്റെ പേര് നുവാർ. മുഅല്ലഖതുഹു മീമിയ. മീമി മറ്റുള്ള വേറൊരാളുണ്ടല്ലോ മീമിയിൽ അവസാനിക്കുന്ന, ആരൊക്കെയാണ്? സുഹൈർ ഇബ്നു അബി സൽമ. പിന്നെ സുഹൈർ ഇബ്നു അബി. ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, അൻതറത്ത് ഇബ്നു ഷദ്ദാദും സുഹൈർ ഇബ്നു അബി സൽമ. 3 ആൾക്കാരാണ്. സുഹൈർ, അൻതറ, ലബീദ്. ഇതുവരെ പറഞ്ഞതില്ലേ, കാമിലാണ്. അപ്പം ഒരാളുടെ കൂടി ഉണ്ട് കാമിൽ. ആരതാണ്? അൻതറ. അൻതറത്ത് ഇബ്നു ഷദ്ദാദ്. 8 ബൈത്താണ്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തില വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഇതിന്റെ അർത്ഥം ഇതാണ്. കച്ചറ ആ മൈക്ക് നോക്കാക്കണേ. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലൻ വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഇത് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. ഇതിന്റെ അർത്ഥം ഇതാണ്, അള്ളാഹു അല്ലാത്ത എല്ലാം ബാത്തിലാണ്. എല്ലാം എന്ന് വെച്ചാൽ എല്ലാം നശിച്ചു പോകും. വകുല്ലു നഈമിൻ, എല്ലാ അനുഗ്രഹങ്ങളും ലാ മഹാലത സായിലു, അത് നീങ്ങി പോവുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. അപ്പൊ നമ്മൾ അനുഗ്രഹം കൊണ്ട് അഹങ്കരിക്കണ്ട. അതൊക്കെ നീങ്ങി പോകുന്നതാണ്. ഒന്ന് മാത്രമാണ് ബാക്കിയാവുന്നത്, അത് അള്ളാഹു മാത്രമാണ് എന്നുള്ള വരിയാണ്. ആരുടേത്? ഇതാരുടേതാണ് ഇപ്പൊ പറയുന്നത്? ലബീദ് ഇബ്നു റബിയ. അപ്പൊ ഇതിന് 2 വരികളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്ന് ഇതും, ഒന്ന് അൽഹംദുലില്ലാഹില്ലദി ലം യഅ്തിനി അജ്ലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്ന് പറയുന്ന അതും. ഓക്കെ, തൊറഫത്ത് ഇബ്നു അബ്ദ്. അബു അംർ തൊറഫത്ത് ഇബ്നു അബ്ദ് ബിൻ സുഫിയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബു അംർ എന്നാണ് കുഞ്ഞിയത്ത്. സുഫിയാൻ, അബു സുഫിയാനിലേക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ചത് ഖറിയത്തു മാലിക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. 539 വമിൻ ഫഹുൽ ഷുറാഇ വഹുവ ദൂന 20.
20 വയസ്സാവുന്നതിന്റെ മുന്നേ തന്നെ ഇദ്ദേഹം ഫുഹൂൽ ഷുഅറ, കവികളിലെ ഏറ്റവും പ്രസിദ്ധരായ, ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകളിൽ പെട്ട ഒരാളായി 20 വയസ്സിന്റെ മുന്നേ തന്നെ. ഓക്കെ. അദ്ദേഹത്തിന്റെ ലഖബ് അൽ ഉലാം അൽ ഖതീൽ, കൊല്ലപ്പെട്ട കുട്ടി എന്ന് വെച്ചാൽ അദ്ദേഹം 26-ാം വയസ്സില് മരണപ്പെട്ടിട്ടുണ്ട്. അതൊരു കഥയുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു കത്ത് കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ആ കത്തിലുണ്ടായിരുന്നത് ഈ കത്തുമായിട്ട് വരുന്ന ആളെ കൊല്ലണം എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം അയാളുടെ അടുത്തെത്തി, അങ്ങനെ അയാളെ കൊല്ലപ്പെട്ടു. അതിനൊക്കെ വേറെ കുറെ കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ജസ്റ്റ് നിങ്ങൾ അതൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കൂല. ഉലാമൽ ഖതീൽ എന്ന് പറയപ്പെടുന്ന ലഖബ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ തർഫത്ത് ഇബ്നു അബ്ദ്. ഏത് വയസ്സിലാണ് വഫാത്തായതെന്ന് വെച്ചാൽ 26. ഓക്കെ. 20 വയസ്സാകുന്നതിന്റെ മുന്നേ തന്നെ അദ്ദേഹം ഫുഹൂൽ ഷുഅറയിൽ പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മാവനാണ് മുത്തലമ്മിസ്. മുത്തലമ്മിസും ഒരു കവിയായിരുന്നു അമ്മാവൻ. ആഷിഖന്റെ പേര് ഹൗല. ഹൗല ട്ടോ. ഓക്കെ, സോറി, ഒരു കോള് വന്നതാണ്. അമ്മാവന്റെ പേര് മുത്തലമ്മിസ് ആണ്. ആഷിഖന്റെ പേര് ഹൗലയാണ്. തൊറഫ ഹൗല, തൊറഫ ഹൗല. ഖബീല ബക്രാണ്. ഖുതില ബിഹിജാഇഹി അല അംറുബ്നു ഹിന്ദ്. അംറുബ്നു ഹിന്ദിന് ഹിജാ ചെയ്ത കാരണത്താലാണ് ഇദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ മുഅല്ലഖ ദാലിയയാണ്. തവീൽ ബഹറിലാണ്. 104 ബൈത്ത് ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ മുഅല്ലഖ തുടങ്ങുന്നത് ലിഖൗലാത അസ്ലാറുൻ ബുർഖാതി സഹ്മദി തലുഹു കബാഖിൽ വഷ്മി ഫി ളാഹിരിൽ യദി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഹൗലക്കുണ്ട് അത്ലാലുൻ, അതായത് അവളുടെ വീടിന്റെ അവശിഷ്ടങ്ങളെ ബുർഖാതി സഹ്മദി, അത് സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലത്തിലുള്ള ഹൗലയുടെ അത്ലാല് തലുഹു, അത് ഇങ്ങനെ വെളിച്ചമാകുന്നുണ്ട്, അതായത് കാണുന്നുണ്ട്. കബാഖിൽ വഷ്മി ഫി ളാഹിരിൽ യദി, നമ്മുടെ കൈയിന്റെ മേലെ നമ്മള് പച്ച കുത്തൂലേ, വഷ്മ എന്ന് പറഞ്ഞ പച്ച കുത്ത്, ആ പച്ച കുത്തുന്നത് കാണുന്നത് പോലെ അവളുടെ വീടിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ അതുപോലെ കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ. അടുത്തത് വോയിസ് കേൾക്കുന്നില്ല, ഒരു കോള് വന്നിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അടുത്തത് നാബിഗ അസ്സുബിയാനി. അദ്ദേഹത്തിന്റെ പേര് അബു ഉമാമ സിയാദ് ബിൻ അംർ ബിൻ മുആവിയ എന്നാണ് പേര്. അബു ഉമാമ. ലഖിബ അന്നാബിഗ. നാബിഗ എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ? നിപുണനായാവുന്നത് വരെ കവിത പാടിയിട്ടുണ്ട്. ഇല്ല, കവിത പാടിയിട്ടുണ്ട് എന്നാ? ഇല്ലാന്ന്. ഓക്കെ. മറ്റുള്ള കവികളെ പോലെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ പാടി കളിക്കുന്ന അല്ലായിരുന്നു. അത്രയും അഗ്രഗണ്യനായതിനു ശേഷം, ഒരുപാട് പഠിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പാട്ട് പാടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ? ഓക്കെ, ശുക്രൻ. ലം യകുൽ ഷിർൻ ഹത്താ നബഗ. അവിടെ താഴെയുണ്ടല്ലേ, ലം യകുൽ ഷിർൻ ഹത്താ നബഗ അല്ലെങ്കിൽ ഇഹ്തനക. അതിൽ ഏറ്റവും നന്നായി അറിവ് ഉള്ള ആഴത്തിൽ ഇറങ്ങി ചെന്ന് അത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം കവിത പാടിയത്. നാഖിദും ജാഹിലിയും, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജാഹിലി കാലഘട്ടത്തിലെ നാഖിദും കൂടിയാണ് അദ്ദേഹം. നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങാടികള്, ഓരോ അസ്വാക്കില്, ആ അസ്വാക്കിൽ ഇദ്ദേഹത്തിന് ഒരു കുബ്ബ തന്നെ ഉണ്ടായിരുന്നു. കുബ്ബത്ത് ഹംറ. അതിന്റെ മുകളിൽ കയറിന്നിട്ട് അദ്ദേഹം ഓരോ ആൾക്കാരെ നഖദ് ചെയ്യുന്നുണ്ട്. അതായത് ജാഹിലി കാലഘട്ടത്തിലെ നഖദ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നഖദ് പോലെയല്ല. അന്ന് ജസ്റ്റ് അൻത അഫ്ളലു മിൻ ഫുലാൻ, അൻത അഫ്ളലു മിൻ ഫുലാൻ ഫുലാൻ കഥ, അങ്ങനെയാണ്. അതായത് നിന്റെ കവിത മറ്റവന്റെ കവിതയേക്കാൾ ഉഷാറ്, മറ്റവന്റെ കവിത അങ്ങനെയാണ് പറയാറ്. യഹ്കും ബൈന ഷുഅറ. ഓക്കെ. ഖബീല ദുബിയാൻ കേട്ടോ, ആ പേരിൽ തന്നെ ഉണ്ട്, നാബിഗ ദുബിയാൻ. ആഷിക മിയ, യദാ റമിയത. ഓക്കെ. മയ്യ എന്നാണോ മിയ എന്നാണോ? അയ്യോ, ചെറിയ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ആഷിക മയ്യ കാന യഅകുലു ഔ യശ്റബു ഫി ആനിയതി ദഹബി വൽ ഫിദ്ദ. സ്വർണ്ണ വെള്ളി പാത്രങ്ങളിലൊക്കെയാണ് അദ്ദേഹം കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്തിരുന്നത് അല്ലെ. ഭയങ്കര പൈസക്കാരനായിരുന്നു മാഷാഅല്ലാഹ്. മദഹ നുഅ്മാൻ ഇബ്നു മുൻസിർ. നുഅ്മാൻ ഇബ്നു മുൻസിർ രാജാവാണ് അല്ലെ, അദ്ദേഹത്തെ മദഹ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അംർ ഇബ്നുൽ ഹാരിസ്, ഇയാളെയും മദഹ് ചെയ്തിട്ടുണ്ട്. വ അഷ്ഹറുൻ നാസി ഇദാ റഹിബ. എന്താണ് റഹിബ എന്ന് പറഞ്ഞാൽ അറിയോ? പേടിപ്പെടുത്തും.
ദേഷ്യം. അദ്ദേഹത്തിന് പേടി വന്ന റഹിബ എന്ന് പറഞ്ഞ പേടി എന്നാണ്. ആ പേടി പേഴ്സിലാണ്. അദ്ദേഹത്തിന് പേടി ഏറ്റവും കൂടുതലായി വരുന്ന സമയത്താണ് അദ്ദേഹം ഏറ്റവും നല്ല കവിത പാടുന്നത് എന്ന് പറയുന്നു. സാഹിബുൽ ഖസാസിനിയാത്ത് വൽ ഇഅ്തിദാരിയാത്ത് വസിയാസിയാത്ത്, ഈ 3 രൂപത്തിലും അദ്ദേഹത്തിന് ഖസീദകൾ ഉണ്ട് കേട്ടോ. ഖസാസിനിയാത്ത് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ ഖസാസിനക്കാരം അത് ചെയ്തിട്ടാണ് എന്നറിയില്ല. പിന്നെ ഇഅ്തിദാരിയാത്ത് ഭരണകൂടല്ലേ? ഭരണകൂടാണ് ഖസാസിന. അവരെ മത ചെയ്തിട്ടാണോ അറിയില്ല, ആയിരിക്കണം. പിന്നെ കൊട്ടാര കവി ഉള്ളത് കൊട്ടാര കവിയാണ്. എഴുത്തിദാരിയാത്ത് എന്നുള്ള ഒരു കവിതയുണ്ട്. എഴുത്തിദാർ എന്ന് പറഞ്ഞാൽ ക്ഷമാപണം നടത്തുക. അദ്ദേഹം കൊട്ടാരത്തിൽ എന്തോ ഒരു മോശമായിട്ടുള്ള കൊട്ടാരത്തിൽ എന്തോ ഒരു മോശമായിട്ടുള്ള സംഭവം നടന്ന് ഇദ്ദേഹം രാജാവ് ഇദ്ദേഹത്തെ എന്തിനോ വധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, എനിക്കറിയില്ല. മുന്തിരി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോണ സമയത്ത് അദ്ദേഹത്തിനോട് ക്ഷമാപണം നടത്തിയല്ലേ? ഓക്കെ, അതാണ് എഴുത്തിദാരിയാത്ത്. പിന്നെ ഓക്കെ, പിന്നെ സിയാസിയാത്ത് എന്ന് പറയുന്ന ഈ ഒരു 3 രൂപത്തിലുള്ള ഖസീദകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നു. അസാസിനിയാത്ത്, എഴുത്തിദാരിയാത്ത്, സിയാസിയാത്ത്. രാഷ്ട്രീയ കവിതകളല്ലേ? എങ്ങനെ പറഞ്ഞാല് രാഷ്ട്രീയ കവിതകളല്ലേ? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കവിതകൾ സിയാസിയാത്ത്. ഓക്കെ. മുഅല്ലഖതുഹു ദാലിയ, ദാലിൽ അവസാനിക്കുന്നതാണ്. ബസീത്താണ്. ബഹ്ർ യദാറ മയ്യത ബിൽ അലിയ ഫസ്സാദി അഖ്വത് വതാല അലൈഹ സാലിഫുൽ അബദ്. യദാറ മയ്യത, ഓ മയ്യയുടെ വീട്, ബിൽ അലിയ ഫസ്സനദി, അത് 2 സ്ഥലത്തിന്റെ പേരാണ്. അലിയയിലും സനദിന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന മയ്യയുടെ വീട്. അഖ്വത്ത്, അഖ്വത്ത് എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ വിജനമായിട്ടുണ്ട്. വതാല അലൈഹ സാലിഫുൽ അബദി, കാലത്തിന്റെ പഴക്കം അതിന്റെ മേല് ദൈർഘ്യമേറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ടുണ്ട് അതിലെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി മനസ്സിലായില്ലേ അർത്ഥം? അടുത്തത് ആയിഷ അൽ ഖൈസ്. ആയിഷ അൽ ഖൈസ്, അദ്ദേഹത്തിന്റെ പേര് മൈമൂൻ ഇബ്നു ഖൈസ് എന്നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറെ ആളുകൾക്ക് മൈമൂൻ ഇബ്നു ഖൈസ് എന്ന് പറയുമ്പോൾ ആയിഷയാണ് എന്നുള്ള കത്താത്തൊരു പ്രശ്നം വരാറുണ്ട്. ആയിഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ മൈമൂൻ എന്നുള്ള പേരിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. ആയിഷ, മൈമൂൻ. അവ്വലു മൻ ഇക്തസബ ബിശ്ശിഅർ, കവിത കൊണ്ട് ആദ്യമായിട്ട് പൈസ സമ്പാദിച്ച ആള്, കവിത പാടിയിട്ട് പൈസ ഉണ്ടാക്കിയ ആൾ ആരാണ്? ആയിഷയാണ്. ഓക്കെ. വലിദ വ തുവഫിയ ഖറിയത്ത് മൻഫൂഹ, യമാമ, യമാമയിലുള്ള മൻഫൂഹ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കബീല, അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ പേര് ബക്കർ. ബക്കർ ഗോത്രാണ്. കുഞ്ഞിയത്ത് അബുൽ ബസീർ. എന്താണ് അബുൽ ബസീർ എന്ന് പേര് വരാൻ കാരണം? ചെറുപ്പത്തിലേ കണ്ണാണാത്തോണ്ട്. ഓക്കെ, കണ്ണാണാത്തോണ്ട്. അങ്ങനെയാണെങ്കിൽ അബുൽ അഹ്മാനാണല്ലോ പേര് വരണ്ടേ, കണ്ണ് കാണാത്തോണ്ടാണെങ്കിൽ. ഓക്കെ, ഉൾക്കാഴ്ച. അങ്ങനെയുണ്ടല്ലേ. ഏതായാലും അബുൽ ബസീർ എന്ന് പറഞ്ഞാൽ നല്ല ഉൾക്കാഴ്ചയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് കണ്ണ് കാണില്ലെങ്കിലും നല്ല ഉൾക്കാഴ്ചയുള്ള ആളായിരുന്നു എന്നാണ് അബുൽ ബസീർ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര് ഹുറൈറ എന്നാണ് കേട്ടോ. ഹുറൈറ. ഇന്നലെ നിങ്ങൾ യമാമനെ കുറിച്ച് എന്തെങ്കിലും പഠിച്ചിരുന്നോ? യമാമ യുദ്ധം കാരണമാക്കിയ ഒരു സംഭവം ഉണ്ട്. എന്തിനാ അറിയാം? ഓക്കെ, 70ഓളം ഹാഫിളുകൾ മരിച്ച യമാമ യുദ്ധമാണ്. അതിനുശേഷമാണ് ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിനോടനുബന്ധിച്ചാണ് ഖുർആൻ ക്രോഡീകരണം. അപ്പൊ എല്ലാവർക്കും കേട്ടിട്ട് ഉറപ്പന്നെ. അദ്ദേഹത്തിന് ലഖബ് ആയിഷ എന്നുള്ള ലഖബുണ്ട്. അതിന്റെ അർത്ഥം ദഈഫുൽ ബസർ, കാഴ്ച കുറവുള്ള വ്യക്തി എന്നാണ് ആയിഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അദ്ദേഹം സന്നാജത്തുൽ അറബ് എന്നുള്ള പേരുണ്ട്. ത്വന്നാജത്തുൽ അറബ് രണ്ടും ഉണ്ട്. സന്നാജത്തുൽ അറബ് പറഞ്ഞാല് സന്നാജ പറഞ്ഞാൽ ശരിക്കും എന്തായിട്ട് കൊട്ടിപ്പാട്ട് പാടുന്ന ആളല്ലേ? തബലൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോ ചെണ്ടൊക്കെ വെച്ച് പാട്ട് പാടുന്ന ആൾ എന്നൊക്കെ പറയുന്നത് പോലെ സന്നാജ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ് അർത്ഥം. ഓക്കെ, ശുക്രാൻ. അപ്പൊ സന്നാജത്തുൽ അറബ്, ത്വന്നാജത്തുൽ അറബ് എന്നുള്ള ലഖബ് അദ്ദേഹത്തിനുണ്ട്.
മാന ആയിഷ. ആയിഷ എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലദീ ലാ യറാ ലൈലൻ. മാഷാ അല്ലാഹ്, നിങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ. രാത്രി കണ്ണ് കാണാത്ത ആളുകൾക്കാണ് ആയിഷ എന്ന് പറയുന്നത്. കാരണം ആ പേരിൽ തന്നെ ഉണ്ട് ഐഷ എന്ന് പറയുന്ന ആ സമയം ഉണ്ടല്ലോ, ഐഷ. ആയിഷ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണെന്ന് ഓർത്തു വെക്കുക. അഷാറുന്നാസ് ഇദാ ത്വരീബ. ത്വരീബ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭയങ്കര ആനന്ദം സന്തോഷമൊക്കെ വരുന്ന സമയത്ത്, ആനന്ദം ത്വരീബ എന്നാൽ ശരിക്കും സന്തോഷം എന്നുള്ള അർത്ഥമാണ്. ആ ഒരു കള്ള് സമയത്ത് കുടിച്ചിട്ട് നല്ലോണം പാട്ട് പാടുന്നല്ലേ? എങ്ങനെയാണോ? ത്വരീബ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആനന്ദം സന്തോഷം എന്നുള്ള അർത്ഥമാണ്. കള്ള് കുടിച്ചിട്ട് ശരിയല്ല അങ്ങനെ. ഓക്കെ, പക്ഷെ കള്ള് കുടിച്ചിട്ട് പാടുന്ന ആളാണെന്നുള്ള ഒരു വാക്കും കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. കള്ളു കൊടുത്തിട്ട് ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കൂല എന്നാ. അഷാറുന്നാസി ഇദാ ത്വരീബ. ജാഹിലിയയില് ഷായിറുൽ ഹംർ എന്ന് പറയുന്നത് സന്തോഷം തോന്നുന്ന ആവശ്യമല്ലേ? സമയത്താണ് സാറേ ഏഹ് സാറ് പറഞ്ഞ പോലെ സന്തോഷമുള്ള സമയത്ത്. അതാണ്. ഓക്കെ, ആ സന്തോഷം വരുന്നത് കള്ളു കുടിച്ചിട്ടാണ് എന്നുള്ള ഒരു കാരണം മാത്രം. ഓക്കെ അല്ലെ? സംഭവം സന്തോഷം വരുമ്പോ തന്നെയാണ് പാട്ട് പാടുന്നത്, കള്ളു കുടിച്ചിട്ടായിരിക്കാം. കാന റാവിയൻ ലി മുസയ്യബ് ബിൻ അബ്സ്. മുസയ്യബ് ബിൻ അബ്സ് എന്ന് പറയുന്ന ആളുടെ റാവിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കവിതയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു ആയിഷ എന്ന് പറയുന്നു. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. മുഅല്ലഖത്തുഹു ലാമിയ. അദ്ദേഹത്തിന്റെ മുഅല്ലഖ ലാമിലാണ്. ബസീത്ത് ബഹറിലാണ്. 25 ബൈത്താണ്. ചെറിയ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഹുവ സാഹിബു ലാമിയാത്ത്. ലാമിയാത്ത് എന്ന് പറയുന്ന കൃതിയുടെ ആളാണ്. ലാമിയത്തുൽ അറബ് ആരുടേതാണെന്ന് അറിയാം? ലാമിയത്തുൽ അറബ് ഷംഫറ അൽ അസ്ദി. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ആയിഷയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വരിയാണ് വദ്ദി ഹുറൈറത ഇന്ന റക്ബ മുർതഹിലുൻ ഹൽ തുതീഖു വദാഅൻ അയ്യുഹർ റജുലു. ഹുറൈറത്ത എന്നുള്ള വാക്ക് കാണുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? നമ്മുടെ ആയിഷനെ ഓർക്കണം. വദ്ദി ഹുറൈറത ഇന്ന റക്ബ മുർതഹിലുൻ ഹൽ തുതീഖു വദാഅൻ അയ്യുഹർ റജുലു. ഓക്കെ, അടുത്തത് അബീദ് ബിൻ അബ്രസ്. ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ബഇയാണ് മുഅല്ലഖ. ബസീത്ത് ബഹറിലാണ്. 48 ബൈത്താണ്. മുന്തിർ ബിൻ സമാഇന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. അടുത്ത ഹാരിസ് ബിൻ ഹില്ലിസയാണ്. ഹംസിയാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ. ഖഫീഫ് ബഹറിലാണ്. ആഷിഖത്തിന്റെ പേര് അസ്മാ എന്നാണ് കേട്ടോ. ഈ ഒരു കവിത ഞങ്ങൾക്ക് നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അദനത്ന ബിബൈനിഹ അസ്മാഉ റുബ്ബ സാബിൻ യമല്ലു മിൻഹു സവാഉ. അപ്പൊ ഈ അസ്മാ എന്ന പേര് വരുമ്പോ നമ്മൾ ഓർക്കണം, അസ്മാരുടെ പേരാണ് ഹാരിസ് ബിൻ ഹില്ലിസയുടെ കാമുകിയുടെ പേര്. ഇതിന്റെ അർത്ഥം എങ്ങനെയാണ്? ആദനത്ന ബിബൈനിഹ അസ്മാഉ. അസ്മാ ഞങ്ങളെ അറിയിച്ചു. ആദനത്തിന എന്ന് പറഞ്ഞാൽ അറിയിച്ചു എന്നർത്ഥം. ബിബൈനിഹ, ബൈനി എന്ന് പറഞ്ഞാൽ ബാന ബീനു ബൈന്, അവരുടെ ഫിറാഖ്, അവള് പോവാണെന്ന് ഞങ്ങളെ അറിയിച്ചു. ഒറബ്ബ സാബിൻ യമല്ലു മിൻഹു സബാഉ. എത്ര സ്ഥിര താമസക്കാരാണ് അവരുടെ സ്ഥിര താമസം അവരെ മടുപ്പിക്കുന്നത്. അതായത് ഏതൊരാൾക്കും ഒരു സ്ഥലത്ത് ഒരുപാട് കാലം വസിച്ചാൽ അവിടെ മടുക്കും, പിന്നെ അവര് നാട് വിട്ടു പോകും എന്ന് പറയുന്നത് പോലെ അസ്മാഉം ഞങ്ങളെ നാട് വിട്ടു പിരിഞ്ഞു പോയി എന്ന് പറയുന്നു. ഹാരിസ് ബിൻ ഹില്ലിസ. ഓക്കെ, ഏകദേശം കഴിയാനായി. ക്വസ്റ്റ്യൻ നോക്കാം. ഹമ്മാദുർ റാവിയ ദൗറുൻ ബാരിസുൻ ഫി ജമഇൽ മുഅല്ലഖാത്ത്. മുഅല്ലഖാത്ത് സബആണോ സാബിയാണോ സബആണോ വേറെ മദുക്കറാണോ? ദൗറുൻ ബാരിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഹമ്മാദുർ റാവിയ. ജംഉൽ മുഅല്ലഖാത്ത് സബആനാണോ സബഅനാണോ? ജസ്റ്റ് ഒന്ന് വോയിസ് പറയോ? എന്തുകൊണ്ട് സബഅ എന്ന് പറയാത്തത്? ഓക്കെ, അതത് മഹദൂദ് ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, മാഷാ അല്ലാഹ്. അതേപോലെ ഖുർആനിൽ മറ്റുള്ള ആയത്തുകളൊക്കെ ഉണ്ട്. അസ്സമാവാത്തു സബ, സ്വലവാത്തുൽ ഖംസ്. സ്വലവാത്ത് എന്നുള്ളത് മുഅന്നസാണ്, ഖംസ് എന്നുള്ളത് മുദക്കറാണ്. സമാവാത്ത് എന്നുള്ളത് മുഅന്നസാണ്. സമാവാത്തു സബ എന്ന് പറയുന്ന ഖുർആനിലെ ആയത്തുകൾക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ കേട്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഉത്തരം ശരിയാണ്. يسمى المعلقات بالمذهبات لأنها
മുഅല്ലഖാത്ത് മുദഹബാത്ത് എന്ന് പേര് വരാൻ കാരണം എന്തുകൊണ്ടാണ്? كتبت بماء الذهب. ഓപ്ഷൻ ഓക്കെ. മുദഹബാത്ത് എന്ന് പറയുന്നത് ദഹബ് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട കവിത അതുകൊണ്ട് ഓപ്ഷൻ ഡി. അല്യോ മുഹമ്മദൻ വഅദൻ അംർ ഇത് ആരുടേതാണ്? ഇന്ന് ഓക്കെ. ഇന്ന് കള്ള് നാളെ കാതൽ എന്ന ഓക്കെ അല്ല അത് ശരിയാണ്. ഇമ്രുൽ ഖൈസ്. മൻ ഷാറുൽ ഹിക്മ ഫിൽ അസ്ർ ജാഹിലി? زهير بن أبي سلمة. സുൽമ ലാ തഖുൽ സലമ സുൽമ. ഓക്കെ. ഞങ്ങളെ സേറ് പറഞ്ഞതാണ്. ഞങ്ങളൊക്കെ സലമ എന്ന് പറയുമ്പോൾ സേറ് അതാണ്. ഓക്കെ. അൽഹംദുലില്ലാഹില്ലദി ഇദ് ലം യഅ്തിനി അജ്ലി ഹത്താ ലബിസ്തു മിൻ لبيد بن ربيعة. ഓക്കെ. ലബീദ് ബിൻ റബിയയുടെ വരിയാണ്. ഇതെപ്പോ പാടിയതാണ്? ഓക്കെ. ഈ ലബീദ് ബിൻ റബിയയോട് ഒരാള് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരാൾ കവിത പാടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ലബീദ് ബിൻ റബിയ സൂറത്തുൽ ബഖറയാണ് ഓതി കൊടുത്തത്. ആരാണ് ആ ചോദിച്ച ആള് എന്ന് അറിയാം? ഓക്കെ. ഉമർ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. ഇനി കുറച്ച് അവലുമൻ ദ ഫസ്റ്റ് വൺ. ഓക്കെ. അവലുമൻ ഖാല ഷാർ മുദറബ്നു നിസാർ. അവലുമൻ ഖസദ അൽ ഖസീദ അൽ മുഹല്ലൽ. അവലുമൻ ഇക്തസബ ബിശ്ശഅർ അൽ അഅ്ശ. അവലുമൻ ഫഅല അൽ മദ്ഹ ഫി ശിഅർ അൽ അറബി. അറബി കവിതയിൽ ആദ്യമായിട്ട് മദ്ഹ് കൊണ്ടുവന്ന ആള് ട്ടോ. അതായത് പ്രശംസ എന്ന് പറയുന്ന ആ സംഗതി. മറ്റിപ്പം നമ്മളെ ഇമ്രുൽ ഖൈസും ആരും മദ്ഹ് ചെയ്തിട്ടില്ല. ജുഹൈർ മദ്ഹ് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലാഹു അഅലം. പക്ഷെ എങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? അവ്വലു മൻ ഫഅൽ മദ്ഹ ഫി ശിഅർ അൽ അറബി. മദ്ഹ് എന്ന് പറയുന്ന സംഗതി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇയാളാണ് എന്ന് പറയുന്നു ആയിഷ. അവ്വലു മൻ സഅല ബിശ്ശിഅരി. കവിത കൊണ്ട് ചോദിച്ച ആള് എന്ന് വെച്ചാല് കവിത പാടണമെങ്കിൽ പൈസ വേണം എന്ന് ആവശ്യപ്പെട്ട ആള്, അങ്ങനെയല്ലേ? കവിത പാടി പണം ചോദിച്ചു. ഓക്കെ. ഇങ്ങനെ ഒരു കവിത ഉണ്ടല്ലോ, ഒരു കഥയുണ്ട് ആയിഷയെ സംബന്ധിച്ച്. ആയിഷന്റെ നാട്ടിലുള്ള ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പെൺകുട്ടി, കാണാൻ തീരെ ഭംഗിയില്ലാത്തൊരു കുട്ടി. അവളെ ആരെയും കല്യാണം കഴിക്കുന്നില്ല. കുറെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ആരെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ പെണ്ണ് വന്നിട്ട് ഈ ആയിഷയോട് ഇങ്ങനെ സംഗതികൾ പറയും. ആയിഷയോട് മദ്ഹ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആയിഷ മദ്ഹ് ചെയ്ത് അന്ന് ആ പാട്ട് കേട്ടതിന് ശേഷം ആ നാട്ടിലുള്ള സമ്പന്നരായ ആളുകളുടെ മക്കളൊക്കെ ഈ ഒരു പെണ്ണിന്റെ വീട്ടിന്റെ മുന്നിൽ വരി നിന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഇവരുടെ കവിതയ്ക്ക് അത്രയും പവർ ഉണ്ടായിരുന്നു എന്നർത്ഥം മദ്ഹില്. അല്ലാഹു അഅലം. അവ്വലു മൻ ശബ്ബഹൻ നിസാഅ ഇമ്രുൽ ഖൈസ്. സ്ത്രീകളെ വർണ്ണിച്ചു പാടിയത് ഇമ്രുൽ ഖൈസ്. അവ്വലു ശിഅരിൻ ഉല്ലിഖ ബിൽ ജാഹിലിയ്യ മുഅല്ലഖത്ത് ഇമ്രുൽ ഖൈസ്. അവ്വലു മൻ വസഫ അൽ ഖംറ അംർ ഇബ്നു ഖുൽസൂം. അവ്വലു മൻ നദമ റസാഅ നഫ്സഹു. സ്വന്തം ആദ്യമായി പള്ളിനെ ഓക്കെ. റസാ എന്നല്ല റിസാ എന്നാണ് കേട്ടോ. അവ്വലു മൻ നദമ റിസാഅ നഫ്സഹു. സ്വന്തം വിലാപകാവ്യം എഴുതിയ ആള്. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ മൂപ്പര് റിസാ എഴുതിയിട്ടുണ്ട്. സെയ്ദ് ബിൻ ഖദ്ദാഖ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേ, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരാളാണ്. അവ്വലു മൻ ജമഅൽ മുഅല്ലഖാത്ത് ഹമ്മാദുർ റാവിയാണ് മുഅല്ലഖാത്ത് ക്രോഡീകരിച്ച ആള്. ഓക്കെ. അഷാറുൻ നാസി ഇദാ റഗിബ സുഹൈർ ഇബ്നു അബി സുൽമ. അഷാറുൻ നാസി ഇദാ ഗളിബ. ദേഷ്യം വെട്ടാൽ ഏറ്റവും നന്നായിട്ട് കവിത പാടുന്ന ആള് അൻതറ. അഷാറുൻ നാസി ഇദാ റഹീബ. പേടിച്ചാല് കവിത പാടുന്ന ആള് നാബിഗ. അഷാറുൻ നാസി ഇദാ ത്വരിബ. കള്ളു കുടിച്ച ആനന്ദം വന്നാൽ പാട്ട് പാടുന്ന ആള് ആയിഷ. അഷാറുൻ നാസി ഇദാ റക്കിബ. കുതിരമേൽ കയറി യാത്ര ചെയ്താൽ ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ആള് ഇമ്രുൽ ഖൈസ്. ഓക്കെ. ഇനി അടുത്തത് ഏകദേശം കഴിയാനായി. ഷുറാ സാലിക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. എന്താണ് ഷുറാ സാലിക്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തെരുവിൽ ജീവിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന കവികൾ. ഓക്കെ. അപ്പം സ്വന്തം കബീലയെ ഉപേക്ഷിച്ച്
നാടോടി, മലയാളത്തിൽ പറഞ്ഞാൽ നാടോടി കവികൾ എന്ന് പറയാം. സ്വന്തം കബീലയിൽ നിന്ന് ഓടിപ്പോയിട്ട് തെരുവിലും അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ ജീവിച്ചിട്ട് യാത്രാ സംഘങ്ങളിൽ നിന്ന് പൈസ എടുത്ത് അത് പാവങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, കൊടുക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ജീവിച്ച ആളുകളാണ് സാലിഖ് എന്ന് പറയുന്ന ആളുകളെ. അതിൽ 3 ആൾക്കാരാണ് നമുക്ക് പഠിക്കാനുള്ളത്. തഅബ്ബത ഷർറൻ, ഷംഫറ, ഉർവത്ത് ഇബ്നുൽ വറദ്. ഇതല്ലാത്ത ആളുകളുണ്ട്, പക്ഷെ കേട്ടിട്ട് തന്നെ ഇവരൊക്കെ ചോദിച്ചേ കണ്ടിട്ടുള്ളൂ. ഇത് തന്നെ പഠിച്ചാൽ മതിയാവും. അപ്പം തഅബ്ബത ഷർറ, അദ്ദേഹത്തിന്റെ പേര് സാബിത്ത് ഇബ്നു ജാബിർ അൽ ഫഹ്മി എന്നാണ്. അദ്ദേഹത്തിന്റെ ലഖബാണ് തഅബ്ബത ഷർറൻ. എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം എന്നറിയാം? കക്ഷത്ത് കത്തി. ഇദ്ദേഹമാണ് ഇതിൽ ഈ സാലിഖിൽ ഏറ്റവും അക്രമികളിൽ പെട്ട ഒരാളായിരുന്നു. ഭയങ്കര യുദ്ധ പോരാളിയായിരുന്നു ഇദ്ദേഹം, തഅബ്ബത ഷർറ. അപ്പൊ എന്നും ഇദ്ദേഹം രാവിലെ കക്ഷത്തില് തൊക്കില് വാളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ദിവസം കണ്ടപ്പം പറഞ്ഞതാണ്, തഅബ്ബത ഷർറൻ, നീ ഷർറിനെ എടുത്തിട്ട് ഇബ്തിൽ വെച്ചു, അതായത് കക്ഷത്തിൽ വെച്ചു. തഅബ്ബത എന്ന് പറഞ്ഞാൽ ഇബ്തിൽ വെച്ചു, കക്ഷത്തിൽ വെച്ചു. എന്തിനാ? ഷർറൻ, ഷർറ എന്ന് പറഞ്ഞാൽ വാള്. ഓക്കെ, അതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഖാലുഹു അഷ്ശംഫറ, അദ്ദേഹത്തിന്റെ അമ്മാവനാണ് ഷംഫറ. ഓക്കെ, കുടുംബക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ഉമൈമ ഹിയ ഷാഇറത്തുൻ വറസത്ഹു ബഅദ മൗതിഹ. അദ്ദേഹത്തിന്റെ ഉമ്മ കവിയത്രി എന്നാണോ കവയത്രി എന്നാണോ, ഏതായാലും കവിയായിരുന്നു. അനന്തരം കിട്ടിയെന്നാ പറയാ. കവയത്രി. ഓക്കെ, ഉമ്മ കവയത്രി. ഓക്കെ, കവയത്രി ആയിരുന്നു. ഉമ്മയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു കവിത എന്ന് പറയുന്ന ഒരു അനന്തരം കിട്ടിയത്. ജമഅ അൽ മുഫദ്ദൽ അൽ-ദബ്ബി ഖസീദത്തുഹു. മുഫദ്ദൽ അൽ-ദബ്ബി ഇദ്ദേഹത്തിന്റെ ഖസീദയെ ജമ ചെയ്തിട്ടുണ്ട്. ഏത് പുസ്തകത്തിലാണെന്ന് അറിയോ? മുഫദ്ദലിയാത്തില് മുഫദ്ദൽ അൽ-ദബ്ബി തഅബ്ബത ഷർറന്റെ കവിതകൾ കൊണ്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത് കേട്ടോ. അത് ഞാൻ മറന്നുപോയി. ഏകദേശം 26ഓളം വരികൾ, തഅബ്ബത ഷർറന്റെ 26ഓളം വരികളാണ് മുഫദ്ദലിയാത്തില് മുഫദ്ദൽ അൽ-ദബ്ബി ആ പുസ്തകം തുടങ്ങുന്നത്. ഓക്കെ, ഇതോട് കൂട്ടി പഠിച്ചു വെക്കുക തഅബ്ബത ഷർറനെ പഠിക്കുമ്പോൾ. ഖസീദത്തുഹു ഫി ബഹരി ബസീത്ത്, ബസീത്തിലാണ് തഅബ്ബത്ത് ബസീത്ത്. ഓക്കെ, അടുത്ത ഷംഫറ. ഇയാളുടെ ആരാന്ന് പറഞ്ഞ തഅബ്ബത ഷർറന്റെ? ഓക്കെ, സാബിത്ത് ഇബ്നു ഔസ് അൽ അസ്ദി. സാബിത്ത് ഇബ്നു ഔസ് എന്നാണ് പേര്. മറ്റൊരു തഅബ്ബത ഷർറന്റെ പേര് എന്താണ്? സാബിത്ത് ഇബ്നു ജാബിർ അൽ ഫഹ്മി. ഓക്കെ, അത് മാറിപ്പോവരുത്, ജാബറും ഔസും. ഓക്കെ, സാബിത്ത് ഇബ്നു ജാബിർ, സാബിത്ത് ഇബ്നു ഔസ്. ഒരുപാട് ആൾക്കാർക്ക് തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ ലഖബ് ഷംഫറ എന്നാണ്. കാരണം ലി അദ്മി ഷഫത്തിഹി, അദ്ദേഹത്തിന്റെ ചുണ്ട് ഭയങ്കര തടിച്ച ചുണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഷഫത്ത് എന്ന് പറഞ്ഞാൽ ചുണ്ട്, അതുകൊണ്ടാണ് ഷംഫറ എന്ന പേര് വന്നത്. അദ്ദേഹത്തിന്റെ സഹോദരി മകനാണ് തഅബ്ബത ഷർറ. സ്വാഭാവികമായിട്ടും തഅബ്ബത ഷർറന്റെ ഖാലാവണം ആര്? ഷംഫറ. ലാമിയത്തുൽ അറബ്, ഫേമസ് ആയിട്ടുള്ള ഒരു കവിതാ സമാഹാരത്തിന്റെ പുസ്തകമാണ് ലാമിയത്തുൽ അറബ്. ഇദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ ഖസീദ തൊവീല് ബഹറിലാണ്, ലാമിലാണ് അവസാനിക്കുന്നത്. 68 ബൈത്താണ് ലാമിയത്തുൽ അറബ്. ഇതേപോലത്തെ ലാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആർക്കറിയോ? അറബികളെ ലാമിയത്തുൽ ഹിന്ദ്, ഇന്ത്യന്റെ ലാമിയ. ഇത് അറബികളതല്ലേ, നമ്മളെ ഇന്ത്യക്കാരെ ലാമിയ. ഷാവലിയുള്ള ദഹ്ലവിന്റെ മകനുണ്ട്, ഒരു അബ്ദുൽ ഖാദർ അദ്ദഹ്ലവി. അബ്ദുൽ ഖാദർ അദ്ദഹ്ലവിക്കാണ് ലാമിയത്തുൽ ഹിന്ദ് എന്നുള്ള പുസ്തകം. അത് ചോദിക്കൊന്നുമില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേന്നുള്ളൂ, പുറത്ത് വെക്കുക. ഷാവലിയുള്ളക്ക് 3 മക്കൾ ഉണ്ടായിരുന്നില്ലേ? അബ്ദുൽ ഖാദർ, അതുപോലെ റഫിയ, എന്തൊക്കെയാണ് പേര് മറന്നുപോയി. അപ്പൊ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആളുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ലാമിയത്തുൽ ഹിന്ദ്. ഓക്കെ, ഖാല ഉമർ റളിയല്ലാഹു അൻഹു അല്ലിമു ഔലാദക്കും ഖസീദത ഷംഫറ. ഷംഫറയുടെ ഖസീദ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ. കാരണം അതിൽ ഒരുപാട് നല്ല അഖ്ലാഖി ആയിട്ടുള്ള മോറൽ വാല്യൂസ് ഒക്കെ, ഓക്കെ, നല്ല കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. അടുത്ത ഉർവത്ത് ഇബ്നുൽ വറദ്, അവസാനത്തെ ആളാണ്. അദ്ദേഹത്തിന് ഉർവത്ത് സാലിഖ് എന്നുള്ള പേരുണ്ട്, അബുൽ ഫുഖറ എന്നുള്ള പേരുണ്ട്, അബുൽ മസാക്കീൻ. അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അബുൽ മസാക്കീൻ, അബുൽ ഫുഖറ, അബു സാലിഖ്. സാലിഖിന്റെ പിതാവ്, അവരുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഉർവയാണ്. ആഷിഖത്തിന്റെ പേര് ഹാല ബിൻത് കബീർ.
ഹൗല ആരുടെ കാമുകയായിരുന്നു? ആരുടെ കാമുകയായിരുന്നു ഹൗല? ആര്? ഓക്കെ, ഹൗല ഇവിടെ ഹാലയാണ് കേട്ടോ. ഹാല ബിന്ത് കബീർ. കാന യസ്രിഖുൽ ഇത്ആമിൽ മസാക്കീൻ, പാവങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി, ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മോഷ്ടിച്ചിരുന്നത്. ഖാല മുആവിയ പറയുകയാണ്, ലൗ കാന ലി ഉർവത്തി വലദുൻ ലഅഹ്ബബ്തു അൻ അതസവ്വജ ഇലൈഹിം, ഉർവക്ക് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മകനെ കൊണ്ട് ഞാൻ എൻ്റെ മകളെ കെട്ടിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ആരാണ് പറഞ്ഞു വെച്ചാൽ മുആവിയ, മാറിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, فئة من الشعراء الجاهليين مثلوا الحياة الاقتصادية وثاروا على طبقات القبلية هي എന്ന് വെച്ചാൽ മസലു അൽ ഹയാത്തൽ ഇഖ്തിസാദിയ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ലൈഫിനെ റെപ്രസെന്റ് ചെയ്ത ആളുകൾ എന്ന് വെച്ചാൽ ഇത് സമ്പത്തുള്ള ആളുകളുടെ അടുത്ത് ഒരുപാട് സമ്പത്തുണ്ട്, പാവങ്ങൾ അങ്ങനെ പട്ടിണിയിലും പരിവട്ടായിട്ട് കഴിയാണ്. അപ്പം അത് ഒന്ന് ഈക്വലാക്കാൻ വേണ്ടിയാണ് ഇവർ ധനികരായ ആളുകളുടെ അടുത്തുനിന്ന് പൈസ ചോദിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവർ ആക്രമിക്കുമ്പോൾ തന്നെ നേരെ പോയിട്ട് ആക്രമിക്കലല്ലായിരുന്നു, അവരോട് ചോദിക്കും, എന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവരെ ആക്രമിച്ചിട്ട് പൈസ എടുക്കും. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നേരെ പോയിട്ട് അവരെ കൊന്നിട്ട് പൈസ എടുത്ത് കൊണ്ടുവരല്ല. അപ്പം അല്ല ഹയാത്തുൽ ഇഖ്തിസാദിയ എന്നാൽ കൊമേഴ്ഷ്യൽ ലൈഫ്, അതായത് നല്ല ഒരു കൊമേഴ്ഷ്യൽ ലൈഫിനെ പ്രതിനിധീകരിച്ച ആളുകളായിരുന്നു. വസാറു അല തബ്ഖാത്തുൽ ഖബലിയ, ഈ കബീലകൾ തമ്മിലുള്ള തബക്ക ഡിസ്ക്രിമിനേഷൻ അത് ഇല്ലാതാക്കിയ ആളുകൾ ആരാണ്? അതിനെതിരെ യുദ്ധം ചെയ്ത ആളുകൾ. ഷാലിക്ക്, യഹൂദ്, നസാറ, ഫുർസാൻ. ഓപ്ഷൻ ഓക്കെ. ഇനി അന്നസറ ഫിൽ ജാഹിലിയ്യ, ഖുസ് ബിൻ സഅദ് അൽ ഇയാദി. എത്രയില്ലേ? ഖുസ് ബിൻ സഅദ് അൽ ഇയാദി, അക്സബ് ബിൻ സൈഫി, അംർ ബിൻ ആദി യക്രിബി. ഈ മൂന്നാളെ കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് സമയം ലോങ് ആയി പോകുന്നുണ്ടെന്ന് അറിയാം, ദീർഘിപ്പിക്കുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. ഖുസ് ബിൻ സഅദ് അൽ ഇയാദി, ഖുസ് ബിൻ സഅദയുടെ പേര് എന്താണ്? ഖുസ് ബിൻ സഅദ് അൽ ഇയാദി, ഇയാദ് ഗോത്രക്കാരനാണ്. സ്ക്രീൻ പോയോ? സൗണ്ട് കുറവാണ്. ഹലോ, സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. ആർക്കെങ്കിലും സ്ക്രീന് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്ന് കയറി നോക്കാം, ചിലപ്പോൾ റെഡിയാവും. ഖുസ് ബിൻ സഅദ് അൽ ഇയാദി ഖതീബുൻ വ ഷാഇറുൻ ജാഹിലി കാലഘട്ടത്തിലെ ഖതീബുമാണ്, ഷായിറുമാണ്. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഷായിറും കൂടിയായിരുന്നു. നമ്മൾ ഖുസ് എന്ന് കേൾക്കുമ്പോൾ നേരെ ഖതീബ്, അദ്ദേഹത്തിന് ഖുതുബ മാത്രമേ ഓർമ്മ വരുള്ളൂ, മറിച്ച് ഇദ്ദേഹത്തിന് നല്ല കവിതകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഓപ്ഷനിൽ ചോദിക്കും ഖുസ് ബിൻ സഅദ് കാന ഷായിറൻ, അത് ശരിയാണോ തെറ്റാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, കാരണം കവിത ഉണ്ടായിരുന്നു. മാറിപ്പോരുത്. അഷറ ഖുതബ ഇൽ അറബ്, അറബുകളിലെ ഏറ്റവും നല്ല ഖുതുബ പറയുന്ന ആളായിരുന്നു. കാന ഖതീബൻ വ ഖാദിയൻ ഹക്കീമൻ, ഹക്കീമായിരുന്നു, ഖാദിയായിരുന്നു, ഖതീബായിരുന്നു. ദീൻ നസ്രാനി, ഈ നസ്രാനി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അദ്ദേഹം തൗഹീദിൽ വിശ്വസിച്ച ആളായിരുന്നു കേട്ടോ. അതായത് എന്താ പറയാ, മില്ലത്ത് ഹനീഫ എന്നൊക്കെ പറയില്ലേ, നസ്രാനി. ഇപ്പത്തെ നമ്മളിപ്പോ കാണുന്ന നസ്രാനികൾ എന്ന് പറയുന്നത് ഈസാ നബിയാണ് ദൈവം എന്ന് ഈസാ നബിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിച്ച ആളാണ്. ഓക്കെ, നസ്രാനി എന്ന് പഠിക്കേണ്ട. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇദ്ദേഹം നസ്രാനി എന്ന് കണ്ടിട്ടുണ്ട്. ഏത്തക്കിത് തൗഹീദ് വൈമിന് ബിയോമിൽ ഹിസാബ്, അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ഇദ്ദേഹം നസ്രാനി ആവില്ലല്ലോ. ഏത്തക്കിത് ബി തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിച്ച ആളാണ്. വൈമിന് ബിയോമിൽ ഹിസാബ്, അന്ത്യനാളെ കൊണ്ട് വിശ്വസിച്ച ആളാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓപ്ഷനിൽ നസ്രാനി എന്നുണ്ടെങ്കിൽ നസ്രാനി കൊടുക്കുക, കാരണം ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അവല് അറബിയും ഖതബ മുത്തവക്കിഅൻ അലാ സൈഫിൻ ഔ അസ, പള്ളിക്കലൊക്കെ ഇമാമുമാര് ഖുതുബ പറയുന്ന രൂപം വടി വെച്ചിട്ട്, അല്ലെ ആസ എന്ന് പറഞ്ഞ വടി, അല്ലെങ്കിൽ വാള്, സൈഫ് എന്ന് പറഞ്ഞ വാള്, അത് മുത്തവക്കി എന്ന് പറഞ്ഞാൽ അത് നാട്ടിയിട്ട്, അത് നിലത്ത് കുത്തിയിട്ട് ഖുതുബ പറയുന്ന ആ ഒരു രീതി ആദ്യമായി കൊണ്ടുവന്നത് ഇയാളാണ്, ഖുസ്സാണ്. അവലുമൻ ഖാല അമ്മാബാദ്, അമ്മാബാദ് എന്ന് പറയുന്ന ആ ഒരു ശൈലി ആദ്യമായി കൊണ്ടുവന്നത് ഖുസ്സാണ്. അവലുമൻ ഖാല ഫുലാനും മിൻ ഫുലാൻ, ആ ഒരു രീതി കൊണ്ടുവന്നതും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ലഹു റഹിമല്ലാഹു ഖുസ്സൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇദ്ദേഹത്തിന്റെ ഖുതുബ ഭയങ്കര ഇഷ്ടമായിരുന്നു പറയാറുണ്ട്.
അദ്ദേഹം മരിച്ചപ്പോൾ നബി റഹിമല്ലാഹു ഖുസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അതിന്റെ ബാക്കിയും കൂടി ഉണ്ട്. അള്ളാഹു ഖുസ്സിന് പുറത്തു കൊടുക്കട്ടെ, കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഖുത്ബയാണ് അയ്യുഹന്നാസ് ഇസ്മഉ വഉ ഇന്നഹു മൻ ആശ മാത് വമൻ മാത ഫാത് വകുല്ലു മാ ഹുവ ആതിൻ ആത് ലൈലുൻ ദാജ് വനഹാറുൻ സാജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നെന്ന് വിചാരിക്കുന്നു. മനാശ മാത്ത്, ഒരാൾ ജീവിച്ചാൽ മരിക്കും, അവൻ മാത്ത ഫാത്ത്, മരിച്ചാൽ പിന്നെ അവനക്ക് എല്ലാം നഷ്ടമായി, കുല്ലു മഹുവ ആതിൻ ആത്, എന്താണ് അവനുള്ളത് അത് അവന് ഉണ്ടാവും എന്ന് പറയുന്നു. ലൈലുൻ ദാജ് അങ്ങനെ പറയുന്നുണ്ട്. അക്സമുബ്നു സൈഫി രണ്ടാമത്തെ ആള്. ഖുത്ബയുടെ നമ്മളെ ആദ്യത്തെ ആള് പറഞ്ഞു ഖുസ്ബുൻ സാഹിദ. ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ അവലുമൻ അറബ് മുതവക്കിയുള്ള സൈഫിനാസ അവലുമൻ ഖാല അമ്മാ ബഅദ് മിൻ ഫുലാൻ മിൻ ഫുലാൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമഹുല്ലാഹു ഖുസ് എന്ന് പറഞ്ഞതും അയ്യുഹന്നാസ് ഇസ്മഉ വഅു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഖുത്ബയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് അക്സമുബ്നു സൈഫി കാന ഖതീബൻ വഹകീമൻ മിൻ അഹ്ലിൽ ഹിജാസ്. ഹിജാസുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ലഖബ് ഹക്കീമുൽ അറബ്. ഓക്കെ, അഖ്തബുൽ അറബ്, ഏറ്റവും നല്ല ഖുത്ബ പറയുന്ന ആളാരാന്ന് ചോദിച്ചാൽ ഖുസ്സാണ്. ഹക്കീമുൽ അറബ് എന്ന് ചോദിച്ചാൽ അത് അക്സമാണ് കേട്ടോ, മാറിപ്പോയത്. ഇദ്ദേഹം സഹാബി ആണ്. സഹാബിയാണോ? നബിയെ കണ്ടണോ? എനിക്കറിയില്ല കേട്ടോ. സഹാബിയാണെന്ന് തോന്നുന്നുണ്ട്. അവലുമൻ ഖാലൽ മസൽ, മസൽ ആദ്യമായിട്ട്, ഉപമ എന്ന് പറയുന്ന സംഗതി ആദ്യമായിട്ട് സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ആള്, അല്ലെങ്കിൽ അത് പറഞ്ഞ ആള് ഇദ്ദേഹമാണ്. അവലുമൻ തകല്ലമ അമാമ കിസ്ര. കിസ്ര എന്ന് പറയുന്നത് മലിക് ഫുറസ്. കിസ്ര എന്ന് പറയുന്നത് ശരിക്കും ഒരാളെ പേരല്ല കേട്ടോ, നമ്മൾക്ക് ഒരാൾക്ക് അങ്ങനെ തെറ്റിദ്ധരിക്കലുണ്ട്. കൈസർ റോം, കൈസർ എന്ന് പറയുമ്പോൾ റോമിന്റെ ഏതോ രാജാവിന്റെ പേരാണ് കൈസർ, അങ്ങനെയല്ല. കിസ്ര എന്ന് പറയുന്നതും പേർഷ്യയുടെ രാജാവിന്റെ പേരല്ല, മറിച്ച് അവരുടെ മൊത്തം ഒരു എന്താ പറയാ രാജവംശത്തിന് പറയുന്ന പേരാണ് കിസ്ര. റോമിൻ്റെതാണെങ്കിൽ കൈസർ, പേർഷ്യൻ്റെത് കിസ്ര. അപ്പം മലിക് ഫുറസ്, പേർഷ്യയിലെ ഒരു രാജാവിനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അക്സബുനു സൈഫി. ലൗലം ഖാല കിസ്ര അനു ഷർവാൻ അൻഹു. ഇങ്ങനെ കിസ്ര അനു ഷർവാൻ എന്ന് പറയുന്ന ആള്, ഇത് ഒരാളെ പേരാണെന്ന് തോന്നുന്നു. കിസ്ര അനു ഷർവാൻ, ഈ അനു ഷർവാൻ എന്ന് പറയുന്ന ആള് അക്സബുനു സൈഫിയുടെ ഖുതുബ ഒക്കെ കേട്ടിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്, ലൗലം യകുൻ ലിൽ അറബ് ഗൈറുഹു ലകഫ. അറബികൾക്ക് വേറൊരാളുമില്ല, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, എങ്കിൽ അയാൾ മാത്രം മതി എന്ന്. ഓക്കെ, അത്രയും നല്ല അടിപൊളിയായിട്ട് അറബി സംസാരിക്കുന്ന ആളാണ് അക്സബുനു സൈഫി. അറബികൾക്ക് വേറൊരാളും ഇല്ലെങ്കിൽ, ഇയാൾ മാത്രമേ ഉള്ളെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് മതി അറബികൾക്ക് എന്ന് പറയുന്നു. അടുത്ത അമ്രുബ്നു മഅദി, കർബ് എന്ന് വായിക്കാം, അമ്രുബ്നു മഅദി യക്രിബ് എന്നും വായിക്കാറുണ്ട്. രണ്ട് രൂപത്തിലും വായിച്ചാലും ശരിയാണ്. ഖതീബുൽ അറബ് വ ഷാഇറുൻ ജാഹിലി, കവിയാണ് ഖതീബുമാണ്. ബത്തുൽ ഫിൽ ഖാദിസിയ എന്നാണ് കേട്ടോ. ഖാദിസിയ യുദ്ധം ആരൊക്കെ തമ്മിൽ നടന്നതാണ്? ഖാദിസിയ അറിയോ? പേർഷ്യക്കാരും മുസ്ലിമുകളും അല്ലേ? ഓക്കെ, അൽ അറബ് വൽ ഫുർസ്, പേർഷ്യ മുസ്ലിം തമ്മിലുള്ള യുദ്ധമാണ് ഖാദിസിയ. അദ്ദേഹത്തിന്റെ ലഖബ് ഫാരിസിൽ അറബ് കേട്ടോ. ഫുർസാനിൽ അറബ് ജാഹിലിയയിൽ ചോദിച്ചാല് ഫുർസാനിൽ അറബ് നമ്മുടെ അന്തറയാണ്. രണ്ടും ഒപ്പം ഇതായാലും ചോദിക്കൂല. ഫാരിസിൽ അറബ് എന്നുള്ള ലഖബ് അമ്രുബ്നു മഅദി യക്രിബിനുണ്ട്. ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ നബിയെ കണ്ടിട്ടുണ്ട്. വ അസ്ലമ വർത്തദ്ദ, മുസ്ലിമായി പിന്നെ മുർത്തദ്ദായി, ഇസ്ലാം വിട്ടുപോയി. സുമ്മ റജഅ ഇലൽ ഹഖ്, പിന്നെ വീണ്ടും ഇസ്ലാം സ്വീകരിച്ചു. വശഹിദ ഫിൽ ഖാദിസിയ, അങ്ങനെ ഖാദിസിയ യുദ്ധത്തിൽ വഫാത്തായി എന്ന് പറയുന്നുണ്ട്. അതോ സാക്ഷ്യം വഹിച്ചു എന്നാണോ വഫാത്തായി എന്നാണോ? സാക്ഷ്യം വഹിച്ചു. അതിൽ മരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൽ മരിച്ചിരുന്നോന്ന് എനിക്കറിയില്ല കേട്ടോ, മരിച്ചിട്ടുണ്ടാവണം. ഷഹീദ എന്ന് പറഞ്ഞാൽ ശരിക്ക് സാക്ഷ്യം വഹിച്ചു എന്നാണ്. ഇസ്തുഷഹിദ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഷഹീദായി എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ അതിൽ തന്നെ മരണപ്പെട്ടിട്ടോ എന്നറിയിട്ടില്ല. ഖാദിസിയയിലാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അറിയില്ല കേട്ടോ. അന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വിക്കിപീഡിയ അടിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അല്ല, ഉമർ ഖിലാഫത്തിന്റെ കാലത്താണ് മരിച്ചത്. ഉമർ ഖിലാഫ, അപ്പൊ ഉമർ ആ സമയത്തല്ലേ ഖാദിസിയ ഇത് നടക്കുന്നത്. അതന്നെ, അപ്പൊ അതിൽ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ,
ഫാരിസിൽ അറബ് ബത്ല ഫിൽ ഖാദിസിയ, അത് മറക്കരുത്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഖാദിസിയ യുദ്ധത്തിലെ ബത്തിൽ ആരാണ്? ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ലൈസ മിൻ അയ്യാമിൽ അറബ് അറബുൽ വസൂസ് അറബുൽ ഫിജാർ ദാഹിസുൽ ഖബ്ര ഖാദിസിയ. കാരണം എന്താ? ഓക്കെ. അയ്യാമുൽ അറബ് എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾക്കാണ്. ഹുറൂബുൽ ജാഹിലിയാണ് അയ്യാമുൽ അറബ്. അപ്പൊ ഖാദിസിയ എന്ന് പറയുന്നത് അത് ഇസ്ലാം വന്നതിന് ശേഷം നടന്ന ഒരു യുദ്ധമാണ്. ഓക്കെ. ഇതാരതാണ്? اختار الشاذ من الأربعة وقال ذو المجاز مجنة الشام. ഓക്കെ. സൂക്ക് മർബദ് എന്ന് പറയുന്ന ഒരു മർബദ് ഉണ്ട്. അത് എവിടെയാണെന്ന് അറിയോ? ഓക്കെ. അവിടെ എന്തായിരുന്നു നടന്നത്? അവല് മൻ ഖാൽ മസൽ ആരാണ്? നിങ്ങള് പ്രശ്നമായോ? ഖുസ്സാണോ അക്സമാണോ? മസലാണ് കേട്ടോ. ഉപമകൾ ആദ്യമായിട്ട് പറഞ്ഞത് അക്സമാണ് കേട്ടോ. ഓക്കെ. നമ്മള് കുസുബിന് സാധന പറഞ്ഞെടുത്ത് അവലുമൻ അറബ്, അതേപോലെ വാള് കുത്തിയിട്ട് അല്ലെങ്കിൽ വടി കുത്തിയിട്ട് സംസാരിച്ച ആള്, പിന്നെ അമ്മാബാദ് പറഞ്ഞ ആള്, പിന്നെ മിൻ ഫുലാനില ഫുലാൻ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിച്ച ആൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മസല് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അത് അക്സമാണ് കേട്ടോ. മസല്. ഓക്കെ. അക്സമിനെ പറയുന്ന സമയത്ത് തന്നെ കിസ്റാനു ഷെർവാൻ പറഞ്ഞതും ലൗലം യകുൻ ലിൽ അറബ് ഗയഹു ലകഫ, അതും അക്സമാണ്. ആരിപ്പറയത് ഓക്കെ. ഫിലാസുൽ ജാഹിലി ഓക്കെ. അഹമ്മദ് ഷൗക്കി ഏത് കാലഘട്ടത്തിലാ? ഏത് അസറിലാ? അബു തമാമോ? ഇമാം ബുസൂരിയോ? ഇമാം ബുസൂരി. ഓപ്ഷൻ ബി ഇമാം ബുസൂരിയോ? ഉറപ്പാണോ? ഇമാം ബുസൂരി അസറുൽ ഇൻഹിതാത്തിൽ ജീവിച്ച ആളാണെന്ന് തോന്നുന്നുണ്ട്. അബ്ബാസിക്ക് ശേഷം തുർക്കികളെ കാരണങ്ങളല്ലേ അബ്ബാസി ഭരണം അവസാനിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അറബി സാഹിത്യം അധപ്പതിച്ചൊരു കാലഘട്ടം ഉണ്ട്, ഇൻഹിതാത്ത് എന്ന് പറയുന്ന. ആ ഒരു കാലഘട്ടത്തിലാണ് ഇമാം ബുസൂരി അദ്ദേഹം ബുർദക്ക് എഴുതുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ. എനിക്ക് ഉറപ്പില്ല, ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പോ 4 ആൾക്കാർ 4 കാലഘട്ടത്തിലെ ആളുകളാണ്. ഓക്കെ. അലിയോ ഖംറൻ മൻ ഖാല ഹാദാ? ഓക്കെ. അപ്പൊ ഈ അബുനവാസിനെ പഠിക്കുന്നിടത്ത് നമ്മളൊരു കള്ളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ 3 ആൾക്കാർക്കും കള്ളിനെ കുറിച്ച് നല്ല ബന്ധമുണ്ട് കേട്ടോ. അബുനവാസിനും കള്ളിനും ബന്ധമുണ്ട്. ഹംറിയാത്ത് എന്നുള്ളൊരു കവിത ഉണ്ട്. ആയിഷക്ക് 2 ആൾക്കാർക്കുള്ള ആയിഷക്കുണ്ട്, പിന്നെ ഇമ്രുൽ കൈസിനും ഉണ്ട് കേട്ടോ. അലിയമ ഹംർ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിൽ ആയിഷക്കും കള്ളുകൂടിയനാണ്, ഞാൻ കേൾക്കില്ല. ഓക്കെ. اختر الشاذ من الآتية. زهير بن أبي سلمة. ബാക്കി ശരിക്കും മുഖദ്റമീൻ അല്ല കേട്ടോ, മുഖദ്റമീൻ എന്നാണ്. ഖദ്റമ യുഖദ്റമു മുഖദ്റമ. ഓക്കെ. മുഖദ്റമീൻ. ഓക്കെ. കഅബ് ബിൻ സുഹൈർ, ഹസ്സാൻ ബിൻ സാബിത്ത്, ഹുതൈഅ, 3 ആൾക്കാരും ഷുഅറ മുഖദ്റമീനിൽ പെട്ടതാണ്.
പിന്നെ സുഹൈർ ബിൻ അബി സുൽമ ഷുറാഉൽ ജാഹിലിയ്യ. ഓക്കെ. ليس من أصحاب المعلقات المشهورة. ഹാത്തിം തോയി. ഓക്കെ. ഹാത്തിം ത്വായി ഏത് കാര്യത്തിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്? ജൂദ് വൽ കറമു വസ്സഹാ. ഓക്കെ ഓക്കെ, അതിലാണ്. മൻ ഹുവ മൈമൂൻ ഇബ്നു ഖൈസ്. മൈമൂൻ ഇബ്നു ഖൈസ് ആരാണ്? ഓക്കെ, ശുക്രാൻ. ആയിഷ. മല്ലക്കാത്ത് വസ്ഹാബഹ, ഷുറാഉ സാലിക്ക്, നസർ, ഈ ഒരു 4 പാർട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഏകദേശം മെയിൻ പാർട്ടുകളൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ടൈം. ഹാത്തിമുത്വാന്റെ ഒന്നും കൂടി പറയോ? ഹാത്തിം ത്വായി എന്ന് പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ഒരാളാണ്. അദ്ദേഹം ഭയങ്കര ദാനധർമ്മിഷ്ഠനായിരുന്നു, ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ആളായിരുന്നു. ജൂദ് കറമ് എന്നുള്ള ജൂദിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ട്. ജൂദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉദാരമാണല്ലേ? ഓക്കെ, ജൂദ് കറമ് അങ്ങനെയുള്ള സംഗതികൾ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ആ നോട്ട്സ് ഒന്ന് കാണിക്കട്ടെ. ഇത് പോരെ അതുപോലെ അറബിയെ പെട്ടെന്ന് തോറ്റിയാണ്. എന്നാണ് എക്സാം കേട്ടിട്ട്? ജനുവരി 19. ഓക്കെ, ഏതായാലും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്.